ഈ സാമൂഹ്യ ശാസ്ത്രത്തിൽ ഇന്നൊരു പുതിയ പഠന വിഭാഗം തന്നെയുണ്ട്. അതിൻ്റെ പേര് ജനറേഷണൽ അനാലിസിസ് എന്ന. തലമുറകളെ കുറിച്ചുള്ള പഠനം ഇന്ന് വളരെ കാര്യമായി നടക്കുന്ന ഒരു കാലമാണ്. പ്രത്യേകിച്ച് അമേരിക്കക്കാരായ രണ്ട് ശാസ്ത്രജ്ഞന്മാർ, വില്യം സ്ട്രോസ് അതുപോലെ നെയിൽ ഹോവ് എന്ന് പറയുന്ന രണ്ട് അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാരാണ് ഇതിന്റെ ഉപജ്ഞാതാക്കൾ. തലമുറകളെ കുറിച്ച് പഠിച്ച് ഓരോ തലമുറകൾക്കും ഓരോ പേര് നൽകി അവരുടെ സ്വഭാവവിശേഷതകളെ കുറിച്ച്, അവരുടെ ജീവിത രീതികളെ കുറിച്ച്, അവരുടെ ജീവിതത്തിന്റെ ബന്ധങ്ങളെ കുറിച്ച് ഒക്കെ വളരെ വിശദമായി പഠിക്കുന്ന ഈ സാമൂഹ്യ ശാസ്ത്ര ശാഖയിൽ അത് ഏറ്റവും അവസാനമായി ഇതിനെ ഏകദേശം 6-7 വിഭാഗങ്ങളായി ക്രോഡീകരിച്ചിട്ടുണ്ട്. 1946 മുമ്പ് ജനിച്ച ആളുകളെ ഒരു വിഭാഗമായി കൂട്ടിക്കൊണ്ടാണ് ഇത് ആരംഭിക്കുന്നത്. 46 മുമ്പ് ജനിച്ച ആളുകൾക്ക് ഇവർ കൊടുക്കുന്ന പേര് ബിൽഡേഴ്സ് എന്ന. അടിസ്ഥാനമിട്ടവർ. ഈ ഒരു നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ 20-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ചൊരു പഠനമെന്ന രീതിയിൽ ഒത്തിരി പൗരാണികമായ ചിന്തകളിലേക്ക് അല്ലെങ്കിൽ അനാലിസിസിലേക്ക് പോകാതെ 1946 മുതൽ അതിനു മുമ്പുള്ള ആളുകളെ ഒരു കാറ്റഗറി ഉൾപ്പെടുത്തിയിരിക്കുക. അവർ ബിൽഡേഴ്സ് എന്നാണ് അവർ വിളിച്ചിരിക്കുന്നത്. അടിസ്ഥാനമിട്ട ആളുകളാണ് 1946 മുമ്പുള്ളവർ. രണ്ടാമത്തെ കാറ്റഗറിയാണ് 1946 മുതൽ 1964 വരെ ജനിച്ച ആളുകൾ. ഈ കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ ഇവിടെ, ഞാൻ ഈ പറയുന്ന എല്ലാ കാറ്റഗറിയിലും പെട്ട ആളുകൾ ഇവിടെ ഉണ്ടാകാം. അവരെ വിളിക്കുന്നത് ബൂമേഴ്സ് എന്ന്. അഭിവൃദ്ധി ഉണ്ടാക്കിയ അല്ലെങ്കിൽ അഭിവൃദ്ധിക്ക് വേണ്ടി, അതുവരെ ഉണ്ടാകാതിരുന്ന പുരോഗതിക്ക് വേണ്ടി അടിസ്ഥാനമിട്ട ആളുകൾക്ക് ശേഷം അതിനേക്കാൾ പുരോഗതിയിലേക്ക് ഈ നാടിനെ അല്ലെങ്കിൽ മനുഷ്യവർഗത്തെ നയിച്ച ആളുകളായിട്ട്. അതിനുശേഷം 1965 മുതൽ 1979 വരെയുള്ള ജനിച്ച ആളുകളെ വിളിക്കുന്നത് ജെൻഎക്സ് എന്ന്. അവരുടെ കാലം വന്നപ്പോൾ നമുക്ക് തന്നെ അറിയാം, 1965 മുതലുള്ള കാലം പരിശോധിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ പട്ടിണിയൊക്കെ ഇന്ന് മാറി വരുന്ന കാലമാണ്. ഓലപ്പുരകളൊക്കെ മാറിയിട്ട് ഓടിട്ട വീടുകളും സിമന്റ് തേച്ച വീടുകളും ഒക്കെ ആരംഭിച്ചൊരു കാലഘട്ടമാണ്. അപ്പൊ അതിനേക്കാൾ സ്വല്പം കൂടെ പുരോഗതി നേടിയ ഒരു കാലഘട്ടം. അതിനുശേഷം 1980 മുതൽ 1994 വരെയുള്ള കാലഘട്ടത്തിൽ ജനിച്ചവരെ ജെൻ വൈ എന്നാണ് വിളിക്കുന്നത്. അവര് കുറച്ചുകൂടെ കൂടുതൽ ഈ പരിസരത്തിനപ്പുറത്തേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിച്ച ആളുകളാണ്. അങ്ങനെയുള്ളവര് കുടിയേറ്റമൊക്കെ നടത്തി മറ്റു രാജ്യങ്ങളിലേക്ക്, ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ കുറച്ചുകൂടെ സ്ഥലം വെട്ടിപ്പിടിക്കാൻ തക്കോണം മലനാടുകളിലേക്കൊക്കെ നമ്മുടെ പൂർവികർ പോയ ഒരു കാലഘട്ടമൊക്കെ അത്. കടൽ കടന്ന് പ്രത്യേകിച്ച് ഗൾഫ് മേഖലകളിലേക്കൊക്കെ ജോലി സാധ്യത തേടി പഠിച്ച ആളുകൾ പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലുള്ളവരാണ് ഈ 1980 മുതൽ ഉള്ള ആ കാലഘട്ടത്തിൽപ്പെട്ട, അല്ലെ അതിനു മുമ്പുള്ള കാലഘട്ടത്തിലുള്ള ആളുകൾ. 1995 മുതൽ 2009 വരെ ജനിച്ച ആളുകൾ ഇട്ടിരിക്കുന്ന അവരുടെ ഗ്രൂപ്പിന്റെ പേര് ജെൻ വൈ എന്ന. അവർക്ക് ക്വാളിറ്റി ലൈഫിനെ കുറിച്ച് വളരെ ബോധറായിട്ടുള്ള ആളുകളാണ്. നമുക്കിവിടെ നിന്ന് ഈ സാഹചര്യത്തിലൊക്കെ ജീവിച്ച് ഇവിടുത്തെ മണ്ണും ചെളിയും ഇവിടുത്തെ വെയിലും ചൂടും ഒക്കെ നമുക്ക് ജീവിതത്തിന്റെ ഭാഗമായി, അതിനുള്ള തലമുറയ്ക്ക് മുമ്പുള്ളവർക്ക് അതൊക്കെ ജീവിതത്തിന്റെ ഭാഗമായെങ്കിൽ ഈ കാലഘട്ടത്തിൽ ജനിച്ചതുപോലുള്ള കുഞ്ഞുങ്ങൾക്ക് മണ്ണിലിറങ്ങാനോ മണ്ണുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ജോലി ചെയ്യാനോ ഒന്നും കഴിയാതെ കുറച്ചുകൂടെ സൂപ്പർഫിഷ്യലായിട്ടുള്ള സാഹചര്യങ്ങളിൽ ജീവിക്കാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്ന ഒരു ജനറേഷൻ. അതിനുശേഷം 2010 മുതലുള്ളതിനെ ജൻ ആൽഫ. ഇപ്പോൾ വന്നു നിൽക്കുന്നത് ഈ 2024 മുതൽ ജനിച്ച കുഞ്ഞുങ്ങൾക്ക് ഉള്ള പേര് ജനറേഷൻ ബീറ്റ എന്ന് അവരെ വിളിക്കുന്നത്. ഇപ്പൊ നമ്മുടെ കൊച്ചുമക്കൾ, ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ള ആളുകളുടെ കൊച്ചുമക്കളെ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ വർഷം മുതൽ ജനിച്ചവര് മറ്റൊരു ജനറേഷനാണ്. കാരണം അവര് ജനിച്ചത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്താണ്. ഇതുവരെ ഇല്ലാതിരുന്ന
ജീവിതത്തെ ഏറ്റവും ആയാസരഹിതമായി ജീവിക്കാൻ തക്കവണ്ണം ശീലിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ. അതുകൊണ്ട് ഈ ഓരോ കാലഘട്ടത്തിലും ജനിച്ച ആളുകളെ സംബന്ധിച്ച് ഒരുപാട് പ്രത്യേകതകൾ, അവരുടെ കാലഘട്ടത്തിന്റെയും ജീവിത സാഹചര്യം അനുസരിച്ച് പ്രത്യേകതകളുണ്ട്. ഞാനിത് പറഞ്ഞതിന്റെ കാരണം, ഇന്ന് മലങ്കര സഭയും അതുപോലെയുള്ള എല്ലാ സഭകളും കേരളത്തിലെ പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹങ്ങളും ഒക്കെ വിലപിക്കുന്ന ഒരു കാര്യമുണ്ട്. പള്ളികളിൽ ആള് കുറയുന്നു. എന്തുകൊണ്ടാണ്? പ്രധാനമായും മൈഗ്രേഷൻ ഇന്നത്തെ ഒരു വലിയ പ്രതിസന്ധിയാണ്. ഒരുപാട് ആളുകൾ നമ്മുടെ നാട് വിട്ട് അന്യദേശങ്ങളിലേക്ക് ചേക്കേറുന്നു. ഒരു 10-25 വർഷം മുമ്പ് പോയ ആളുകളൊക്കെ ഗൾഫ് വരെയായിരുന്നു. ഇവിടുന്ന് ഒരു 3-3.5 മണിക്കൂർ 4 മണിക്കൂർ യാത്ര ചെയ്തിട്ട്, അതൊക്കെ അവരുടെ സ്വപ്നഭൂമിയായിരുന്നു. പക്ഷെ വാഗ്ദത്ത നാട് ഇവിടം തന്നെയായിരുന്നു. അപ്പൊ ആ തലമുറ സ്വപ്നഭൂമി ആയി ഗൾഫ് രാജ്യങ്ങളെ കാണുകയും വാഗ്ദത്ത നാടായ സ്വന്തം നാടിനെ കണ്ട് അവർ എന്ത് സമ്പാദിച്ചാലും അത് ഇവിടെ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്ത് ഇവിടെ തന്നെ ജീവിക്കാൻ ആഗ്രഹിച്ച ഒരു തലമുറ. പക്ഷേ ഇപ്പോഴത്തെ തലമുറ അങ്ങനെയല്ല. അവരുടെ സ്വപ്നഭൂമിയും വാഗ്ദത്ത നാടും ഇതല്ല. അവർ അന്യദേശങ്ങളിലേക്ക്, അന്യരാജ്യങ്ങളിലേക്ക്, അന്യ ഭൂഖണ്ഡങ്ങളിലേക്ക് ഒരുപക്ഷെ ഒരു ദിവസം മുഴുവനും ഫ്ലൈറ്റിലിരുന്നാൽ യാത്ര ചെയ്താൽ എത്തിച്ചേരാൻ തക്കവണ്ണം കഴിയാത്ത അത്ര ദൂരങ്ങളിലേക്ക് നമ്മുടെ തലമുറ ഇന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഡൽഹി ഭദ്രാസനത്തിന്റെ ഭാഗമായതുകൊണ്ട് അങ്ങനെയുള്ള ഒരുപാട് ചെറുപ്പക്കാരെ പരിചയപ്പെടാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട്. ഞാൻ അവരോട് ശാന്തമായിരുന്നു കൊണ്ട് ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ, നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്ത് അവർ ഗൾഫ് വരെ പോയിട്ട് തിരിച്ച് ഇവിടെ വന്ന് എല്ലാം കെട്ടിപ്പടുക്കാൻ ആഗ്രഹിച്ചെങ്കിൽ ഇതൊന്നുമേ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തിനാണ് അന്യദേശത്തേക്ക് എത്തിച്ചേരാൻ തക്കവണ്ണം കഴിയാത്ത ദൂരെയുള്ള സ്ഥലങ്ങളിലേക്ക് എന്തുകൊണ്ട് നിങ്ങൾ പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരുടെയും ഉത്തരം ഒന്നായിരുന്നു, we want quality life. എന്ത് വേണമെന്നാ പറഞ്ഞേ? ഞങ്ങൾക്ക് ക്വാളിറ്റി ലൈഫ് വേണം. ഇവിടെ മേന്മയുള്ള ജീവിതം വേണം എന്ന് പറഞ്ഞാണ് എല്ലാവരും. ഇവിടുത്തെ ജീവിതത്തെ കുറിച്ച് അവർക്ക് അത്ര താല്പര്യം പോരാ. കാരണം മേന്മയുള്ളതല്ല, ഇവിടെ ക്വാളിറ്റി കുറഞ്ഞ ഒരു ജീവിതമാണ്. ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങൾ മേന്മയുള്ള ജീവിതം? നല്ല ജോലി കിട്ടാനില്ല, നല്ല ശമ്പളമില്ല, നല്ല റോഡുകളില്ല, നല്ല ട്രാൻസ്പോർട്ട് സംവിധാനങ്ങളില്ല. അവർ നോക്കുന്നതൊക്കെ തന്നെ അവര് സ്വപ്നം കണ്ടിട്ടുള്ള ആ ചിന്തകൾക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ താഴേക്കിടയിലായതുകൊണ്ട് ഇതെല്ലാമുള്ള സ്ഥലങ്ങളിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അവരെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചത്, ഈ ക്വാളിറ്റി ലൈഫ് എന്ന് പറയുന്നതും അവരാഗ്രഹിക്കുന്ന ക്വാളിറ്റി ലിവിങ്, മേന്മയുള്ള ജീവിത സാഹചര്യങ്ങൾ ആണ് ഇന്നത്തെ തലമുറ ആഗ്രഹിക്കുന്നത്. അല്ലെ, ക്വാളിറ്റി ലൈഫ് എന്ന് പറയുന്നത് അതല്ല. അതൊരു മനുഷ്യന്റെ ജീവിതത്തെ, അവന്റെ വിശ്വാസത്തെ, അവന്റെ സ്വഭാവത്തെ ഒക്കെ ബാധിക്കുന്ന കാര്യമാണ് ഈ ക്വാളിറ്റി ലൈഫ് എന്ന് പറയുന്നത്. ഈ ദേവാലയത്തിൽ നിന്ന് ഒരു ധ്യാനയോഗം നയിക്കുമ്പോൾ ഞാൻ പറയും, അത് ദൈവം ശ്രദ്ധിക്കുന്ന ജീവിതങ്ങളായി, ദൈവബന്ധമുള്ള ജീവിതങ്ങളായി മാറുമ്പോൾ അതിനെയാണ് ക്വാളിറ്റി ലൈഫ് എന്ന് വിളിക്കാൻ നോക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യം അതല്ല. അവർക്ക് ആവശ്യമായിരിക്കുന്നത് ക്വാളിറ്റി ലിവിങ്, മേന്മയുള്ള ജീവിത സാഹചര്യങ്ങൾ അവർക്ക് ആവശ്യമാണ്. അവർക്ക് തൊഴിൽ വേണം, അവർക്ക് ആഡംബരമായി ജീവിക്കണം. ഞാൻ ഈ പറയുന്നത് കുറ്റപ്പെടുത്തലിന്റെ ഭാഷയിലാണെന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. കുറ്റപ്പെടുത്തലല്ല, മറിച്ച് ഈ കാലഘട്ടത്തിൽ അവർ കാണുന്ന നമ്മുടെ നാളോ നമ്മുടെ ഭാരതമോ കേരളമോ ഒക്കെ അവർ താരതമ്യം ചെയ്യുമ്പോൾ അവരുടെ സ്വപ്നങ്ങൾക്കൊത്ത ഒരു ലോകമല്ല ഇത്. ഇവിടെ എല്ലാം വൃത്തികേടായിട്ടാണ് അവർ കാണുന്നത്. ഒന്നിനെയും അവർക്ക് നല്ലതായി കാണുവാൻ തക്കവണ്ണം കഴിയുന്നില്ല. അതുകൊണ്ട് ക്വാളിറ്റി ലിവിങ്, മേന്മയുള്ള ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകണമെന്ന് നമ്മുടെ ചെറുപ്പക്കാർ ആഗ്രഹിച്ച് ഇവിടെ നിന്ന് മുന്നേറുകയാണ്. ഇവിടെ നിന്ന് അന്യനാട്ടിലേക്ക് പോവുകയും അടുത്ത സമയത്ത് ഒരു സർവേ വായിച്ചപ്പോൾ ഞാൻ അമ്പരന്നു പോയി. സുറിയാനി ക്രിസ്ത്യാനികളുടെ ഇടയിൽ 21 വയസ്സിനും 32 വയസ്സിനും ഇടയിലുള്ള ചെറുപ്പക്കാരിൽ 4-3 പേർ മൈഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു.
21 വയസ്സിനും 32 വയസ്സിനും ഇടയിലുള്ള സുറിയാനി ക്രിസ്ത്യാനികളുടെ ഇടയിലെ ചെറുപ്പക്കാരിൽ 3 പേർ മൈഗ്രേറ്റ് ചെയ്തു കഴിഞ്ഞു. ഇനിയും ബാക്കിയുള്ളത് 1 മാത്രമേ ഉള്ളൂ. അവൻ എന്തുകൊണ്ടോ അവന് ചില ബാന്ധവങ്ങൾ ഉണ്ടായിരിക്കാം. അവനൊരു പക്ഷേ അപ്പനോടും അമ്മയോടും ഒക്കെ കുറച്ച് കരുതലുള്ളവനാകാം. അല്ലെങ്കിൽ ഇവിടെ അപ്പനും അമ്മയും ഉണ്ടാക്കിയിരിക്കുന്ന സ്വത്തിനെ കുറിച്ച് ആകുലതയുള്ളവനായതുകൊണ്ടായിരിക്കാം അവരെ സംരക്ഷിക്കാൻ, അവർക്ക് കരുതാകാൻ്റെ കോണം ഇന്ന് 1 മാത്രമേ ഇവിടെ ബാക്കിയുള്ളൂ. ബാക്കി 4-ൽ 3 ചേക്കേറി കഴിഞ്ഞു. അവർക്കാവശ്യം മൂല്യവത്തായ ജീവിത സാഹചര്യങ്ങളാണ്. പക്ഷെ ഇത് രണ്ടും രണ്ടാണ്. മൂല്യവത്തായ ജീവിതവും മൂല്യവത്തായ ജീവിത സാഹചര്യവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. പക്ഷെ രണ്ടിനെയും ഒന്നിച്ച് കൊണ്ടുപോകാവുന്നതാണ്. പക്ഷെ നമ്മുടെ യൗവനങ്ങളെ സംബന്ധിച്ച് ഈ മൂല്യവത്തായ ജീവിത സാഹചര്യങ്ങൾക്കപ്പുറമായി മൂല്യവത്തായ ജീവിതത്തെക്കുറിച്ച് അത്ര വലിയ ചിന്തയൊന്നും ഇല്ല എന്ന് ചിലപ്പോഴൊക്കെ തോന്നിപ്പോകാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് അല്പസമയം നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണ് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് മൂല്യവത്തായ ജീവിതം. ഈ ക്വാളിറ്റി ലിവിങ് നമുക്കറിയാം. നമ്മുടെ നാട് ഗ്രാമാന്തരങ്ങളിലേക്ക് നിങ്ങളൊന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ ക്വാളിറ്റി ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട്. ജീവിത സാഹചര്യങ്ങൾ ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട്. നമുക്കിന്ന് മനോഹരങ്ങളായ വീടുകളും മനോഹരങ്ങളായ ജീവിത സാഹചര്യങ്ങളും ഒക്കെ നമുക്കിന്ന് നമ്മുടെ നാട്ടിൽ ഉണ്ട്. പക്ഷേ ഇതൊന്നുമില്ലാതിരുന്നപ്പോഴും ഒരു ക്വാളിറ്റി ലൈഫ് നയിച്ച, മൂല്യമുള്ള ജീവിതം നയിച്ച ക്രിസ്ത്യാനികൾ ഈ നാട്ടിൽ ഉണ്ടായിരുന്നു. അന്നവർക്ക് ഇതൊന്നുമില്ലായിരുന്നു. നല്ല റോഡില്ലായിരുന്നു, നല്ല പാലങ്ങളില്ലായിരുന്നു, നല്ല വിദ്യാഭ്യാസമില്ലായിരുന്നു. ഒട്ടുമിക്ക ആളുകളും കൃഷിക്കാരായിരുന്നു, അല്ലെ കച്ചവടക്കാരായിരുന്നു. പക്ഷെ നമ്മെ സംബന്ധിച്ച് ഇവിടെയുണ്ടായിരുന്ന മറ്റ് ജാതിയിൽപ്പെട്ട ആളുകളൊക്കെ പറഞ്ഞ ചില സാക്ഷ്യങ്ങളുണ്ട് നമ്മളെ കുറിച്ച്. ഇവിടുത്തെ രാജാക്കന്മാരൊക്കെ പട്ടും വളയും സമ്മാനിച്ച് നമ്മുടെ പൂർവികരെ ആദരിച്ചിട്ടുണ്ട്. ഇവിടുത്തെ കച്ചവടക്കാരായും കൃഷിക്കാരുമായിരുന്ന നമ്മുടെ പൂർവികരെ ഇവിടെയുള്ള രാജാക്കന്മാർ ആദരിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞ 2-3 കാര്യങ്ങളുണ്ട് ക്രിസ്ത്യാനികളെ സംബന്ധിച്ച്. ഒന്ന്, they were God fearing. അവർ ദൈവഭയമുള്ളവരായിരുന്നു. നമ്മുടെ പൂർവികരെ കുറിച്ച് പറഞ്ഞു. ക്വാളിറ്റി ലൈഫിന്റെ ഒരു പ്രത്യേകതയാണ്. നമ്മുടെ പൂർവികരായിരുന്ന ആളുകൾ ഇവിടെ ഇൻഫ്രാസ്ട്രക്ചറും പാലങ്ങളും റോഡുകളും വീടുകളും ഒക്കെ വളരെ മോശമായിരുന്നൊരു കാലത്ത് ജീവിച്ചിരുന്ന നമ്മുടെ പൂർവികരെ കുറിച്ച് ഇവിടുത്തെ രാജാക്കന്മാരും അധികാരികളും പറഞ്ഞ ഒന്നാമത്തെ വിശേഷത, നമ്മുടെ പൂർവികർ they were God fearing. അവര് ദൈവഭയമുള്ളവരായിരുന്നു എന്ന് ഇവിടുത്തെ അന്യജാതിക്കാർ പോലും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാമത് they were God, അവര് പീസ് ലവിങ്. അവര് സമാധാനകാംക്ഷികളായിരുന്നു. കലഹങ്ങളും ശണ്ടകളും ഒന്നും ഉണ്ടാക്കി വിജയം കൈവരിക്കുവാൻ ആഗ്രഹിക്കാതെ സമാധാനകാംക്ഷികളായിരുന്നു നമ്മുടെ പൂർവികരെ കുറിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ നമ്മുടെ തലമുറ ഒരു മൂല്യവത്തായ ജീവിതത്തിന് വേണ്ടി അന്യ സംസ്ഥാനങ്ങളിലേക്കും അല്ലെ അന്യ രാജ്യങ്ങളിലേക്കും ഒക്കെ പോകുമ്പോൾ അങ്ങനെയുള്ള മൂല്യവത്തായ ഒരു ജീവിത രീതി ഇല്ലാതിരുന്നിട്ടും ദൈവബന്ധമുള്ള ഒരു തലമുറയായി നിലനിൽക്കുവാൻ്റെ കോണം നമ്മുടെ പൂർവികർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അടിവരയിട്ട് സാക്ഷ്യപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. എന്താണ്, ഞാൻ പറഞ്ഞല്ലോ ആമുഖമായി, എന്താണ് മൂല്യവത്തായ ജീവിതം? ആമുഖമായി വായിച്ച വേദഭാഗത്തിൽ നാം കേട്ടു നമ്മുടെയൊക്കെ കൺസേൺ എന്ത് തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കും എന്നുള്ളതിനപ്പുറമായി ഇതൊക്കെ നിങ്ങളുടെ പിതാവ് നിങ്ങൾക്കിത് വേണ്ടതാണെന്ന് അറിയാം, അതുകൊണ്ട് അതിനെക്കുറിച്ച് ആകുലതപ്പെടേണ്ട എന്നുള്ള വേദഭാഗം നിരന്തരമായി വായിച്ചു ജീവിച്ച, അതിൽ പൂർണ്ണമായി വിശ്വസിച്ച ഒരു തലമുറയുടെ പിൻതലമുറക്കാരാണ് നാം ഓരോരുത്തരും. അതുകൊണ്ട് മൂല്യവത്തായ ക്രിസ്തീയ ജീവിതം, മൂല്യവത്തായ കുടുംബജീവിതം, അതിനെക്കുറിച്ച് എന്നെ ഈ അടുത്ത സമയത്ത് ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു വേദഭാഗമുണ്ട്. അത് ഇയ്യോബിന്റെ പുസ്തകം 29-ാം അധ്യായം 2-ാം വാക്യം. ഇയ്യോബിന്റെ പുസ്തകം 29-ാം അധ്യായം 2-ാം വാക്യം. ഇയ്യോബ് ഒരു നിലവിളിയോടെയാണ് ആ വാക്യം പറയുന്നത്. അയ്യോ, പണ്ടത്തെ മാസങ്ങളിലെ പോലെ
ദൈവം എന്നെ കാത്തുപോകുന്ന നാളുകളിലെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളായിരുന്നു. അയ്യോ, പണ്ടത്തെ മാസങ്ങളിലെ പോലെ, ദൈവം എന്നെ കാത്തുപോകുന്ന നാളുകളിലെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളായിരുന്നു. ഇംഗ്ലീഷ് എഴുതി വെച്ചിരിക്കുന്നത് ഇഫ് ഐ വെയർ ആസ് ഇൻ ദ ഓൾഡൻ ഡേയ്സ്. ഞാനൊരു പഴഞ്ചനായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതിന്റെ അർത്ഥം. യോബ് പറയുകയാണ്, എനിക്കൊന്ന് പഴഞ്ചനായാൽ മതി, എനിക്കൊന്ന് പഴഞ്ചനായി ജീവിച്ചാൽ മതി. പക്ഷെ ഇന്ന് നമ്മുടെ ആഗ്രഹം അങ്ങനെയാണോ? എത്രമാത്രം പുതുതായാലും നമുക്ക് തൃപ്തിയാകുകയില്ല. ഈ പുതുതായതൊക്കെ, ഞാൻ കൂടുതലും ബസ് യാത്ര ചെയ്യുന്ന ഒരു പുരോഹിതനാണ്. എൻ്റെ വീട് പത്തനംതിട്ട ജില്ലയിലാണ്. അതുകൊണ്ട് ഞാൻ മിക്കവാറും ആഴ്ചയിൽ 2-3 തവണയെങ്കിലും വെണ്ണിക്കുളം, മല്ലപ്പള്ളി, കറുകച്ചാൽ, പുതുപ്പള്ളി വഴിയാണ് കോട്ടയം ദേവലോകത്തേക്ക് പോകുന്നത്. ഈ പോകുന്ന വഴിക്ക് വളരെ മനോഹരമായ വിശാലമായ വീടുകൾ വിൽക്കാനുണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കുറഞ്ഞതൊരു 4-5 വീടുകളിലെങ്കിൽ ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. ഞാൻ ഇപ്പൊ എപ്പോഴും പോകുമ്പോൾ ശ്രദ്ധിക്കുന്നത്, വിറ്റോന്ന് നോക്കാറുണ്ട്. അതിന്റെ മതിൽ എഴുതി വെച്ചിരിക്കുന്ന പേരെല്ലാം ക്രിസ്തീയ സഹോദരങ്ങളുടെ പേരാണ്. ഞാൻ ജാതിയും മതവും പറയുകയല്ല. കാരണം ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ എത്രമാത്രം അന്യനാട്ടിൽ സമ്പാദിച്ചതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വലിയ നയനമനോഹരമായ ജീവിത സാഹചര്യങ്ങൾ കെട്ടിപ്പടുത്തിട്ടും അതൊന്ന് ആസ്വദിക്കുവാൻ പോലും തക്കവണ്ണം കഴിയാതെ ഇന്ന് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എല്ലാം പുതുതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഈ പുതുതാക്കി കഴിയുമ്പോഴേക്കും നാം പഴയതായി മാറും. അതുകൊണ്ട് നമുക്കതിന്റെ സന്തോഷം അനുഭവിക്കുവാൻ തക്കവണ്ണം കഴിയാതെ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇയ്യോബ് പറയുകയാണ്, എന്നെ ഒന്ന് പഴഞ്ചനാക്കിയാൽ മതി ദൈവമേ. ഇഫ് ഐ വെയർ ആസ് ഇൻ ദ ഓൾഡൻ ഡേയ്സ്, ഞാൻ പഴയ മനുഷ്യനെ പോലെ ആയാൽ ജീവിച്ചാൽ മതി. എനിക്ക് പുതുമയൊന്നും എനിക്ക് ആവശ്യമില്ല. യോബിനെ സംബന്ധിച്ച് യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ തന്നെ നമ്മെ കോരിത്തെരിപ്പിക്കുന്ന ചില സ്വഭാവവിശേഷതകളോട് എഴുതി വെച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ പുസ്തകത്തിൽ പേര് ചേർക്കപ്പെട്ട മനുഷ്യനായി യോബ്. നല്ലവനെന്ന്, നീതിമാനെന്ന് ദൈവത്തിന്റെ പുസ്തകത്തിൽ, ദൈവജനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മനുഷ്യൻ പറയുകയാണ്, എനിക്ക് പഴയതുപോലെ ആയാൽ മതി. അയ്യോ, പണ്ടത്തെ മാസങ്ങളിലെ പോലെ, ദൈവം എന്നെ കാത്തുകൊണ്ട നാളുകളിലെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളായിരുന്നു. ഈ കാലഘട്ടത്തെ കുറിച്ച് പലപ്പോഴും പറയുമ്പോൾ കുറ്റപ്പെടുത്തലാണെന്ന് തെറ്റിദ്ധരിക്കരുത്. പറയാതെ നിവൃത്തിയില്ലാത്തൊരു കാലമാണ്. കാരണം ദൈവം നടത്തിയ പണ്ടത്തെ നാളുകളെ ഓർക്കാതെ പലപ്പോഴും നിഗളിച്ച് നടക്കുന്ന ഒരു സമൂഹമായി നാം മാറുന്നുണ്ട്. ഇന്ന് ആഡംബരവും അത്യാഡംബരവും. ഈ അടുത്ത സമയത്ത് ഒരു റിപ്പോർട്ട് വായിച്ചപ്പോൾ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ഇന്ന് ഈ ഭൂമിയിലെ പൊല്യൂഷനിൽ ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ, 40% പൊല്യൂഷൻ ഉണ്ടാക്കുന്നത് നാം ധരിക്കുന്ന വസ്ത്രങ്ങളാണ്. നിങ്ങളുടെയൊക്കെ അലമാരകളിൽ നമുക്കൊക്കെ ഇത്ര ജോഡി ഡ്രസ്സുണ്ട്. ഇന്ന് പുതിയ ട്രെൻഡി ആയിട്ടുള്ള ഡ്രസ്സുകൾ മാറി മാറി വരുന്നതനുസരിച്ച് ഇങ്ങനെ ഉപയോഗിച്ച് 1 വർഷം കഴിയുന്നതിന് പണ്ടൊരു തുണി വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് കീറിയാൽ, അല്ലെങ്കിൽ മക്കളുണ്ടെങ്കിൽ തലമുറയായിട്ട് ഉപയോഗിക്കും അത്. പക്ഷെ ഇന്ന് 1 വർഷം പോലും ഉപയോഗിക്കാതെ വലിച്ചെറിഞ്ഞ് ഇന്ന് ഭൂമി മുഴുവനും, ഭൂമിയിലെ പൊല്യൂഷന്റെ 40% നാം ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത്യാഡംബരത്തിന്റെ ഒരു വലിയ കാലഘട്ടത്തിലാണ് ഈ തലമുറ ജീവിക്കുന്നത്. എന്തിനും ഏതിനും ചോദ്യങ്ങൾ മാത്രം ചോദിക്കുകയും സ്വയമായി ചോദ്യം ചോദിക്കാതെയും ഇരിക്കുന്ന ഒരു തലമുറയാണെന്ന് ഞാൻ കുറ്റപ്പെടുത്തും. എന്തിനും ഏതിനും മറ്റുള്ളവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും സ്വയമേ ചോദ്യം ചോദിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ഒരു തലമുറയായി ഒരുപക്ഷെ ചിലരെങ്കിലും മാറിപ്പോകുന്നുണ്ടെന്ന് കുറ്റപ്പെടുത്താതിരിക്കാൻ ഒന്നും കഴിയുകയില്ല. ആരെയും മുറിവേൽപ്പിക്കാൻ മടി കാണിക്കാത്തൊരു സമൂഹമായി നാം ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലമാണല്ലോ. ആരെയും മുറിവേൽപ്പിക്കാം, ആരെക്കുറിച്ച് അപവാദം പറയാം. അങ്ങനെ മറ്റുള്ളവരുടെ വേദനയിൽ സന്തോഷിക്കുന്ന ഒരു സമൂഹമായി നാം ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബജീവിതത്തിന്റെ കാര്യം പറഞ്ഞാലും വളരെ ദുരവസ്ഥയാണ്. ഇന്ന് ലിവിങ് ടുഗദറിന്റെ കാലമാണ്. വിവാഹം വേണ്ട, വിവാഹ ജീവിതം വേണ്ട, ഒന്നിച്ച് ജീവിച്ച് യാതൊരു ബാധ്യതയും ഏറ്റെടുക്കാതെ ജീവിക്കാൻ തക്കോണം ആഗ്രഹിക്കുന്ന ലിവിങ് ടുഗദറിന്റെ കാലം. ഞാൻ പറഞ്ഞല്ലോ, എണ്ണിയാൽ തീരാത്ത രീതിയിൽ ഇന്ന്
ഇങ്ങനെയുള്ള ന്യൂനതകൾ പലപ്പോഴും എടുത്തു പറയേണ്ടി വരുന്നതിൽ ദുഃഖമുണ്ട്. എനിക്ക് പണ്ടത്തെ പോലെ ആയാ മതിയായിരുന്നു എന്ന് എന്തുകൊണ്ടാണ് യോബ് പറയുന്നത്? പഴയതുപോലെ ആകാൻ തക്കവണ്ണം എന്തുകൊണ്ടാണ് യോബ് ആഗ്രഹിച്ചത്? അദ്ദേഹത്തിന് ആ 29-ാം അധ്യായം നാം തുടർന്ന് വായിക്കുമ്പോൾ വ്യക്തമായി യോബ് അതിനുത്തരം നൽകുകയാണ്. എന്താണ്? ഒന്നാമത് പറയുന്നു, അന്ന് അവന്റെ ദീപം എന്റെ തലയ്ക്ക് മീതെ പ്രകാശിച്ചു. പണ്ട് എനിക്ക് പഴയതുപോലെ ആയാ മതി, കാരണം അന്ന് എന്റെ ജീവിതത്തിന്റെ പ്രകാശം എന്ന് പറയുന്നത് ദൈവമായിരുന്നു. അന്ന് എന്റെ തലയ്ക്ക് മീതെ അവന്റെ പ്രകാശം ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ്. അന്ന് അവന്റെ ദീപം എന്റെ തലയ്ക്ക് മീതെ പ്രകാശിച്ചു. ഹിസ് ലാംപ് ഷോൺ ഓവർ മൈ ഹെഡ്. പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശമായ ദൈവം നമ്മുടെ ജീവിതത്തിന്റെ തലയ്ക്ക് മീതെ ഉണ്ടായിരുന്നു. ഒരിക്കലും ഇരുട്ടിൽ നടത്തുവാൻ്റെ ഗുണം നമ്മളെ ഇരുട്ടിൽ നടത്താൻ അവൻ ആഗ്രഹിച്ചില്ല. പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും ഇസ്രായേൽ മക്കളെ നടത്തിയ ദൈവം ഒരിക്കലും മാറി നിൽക്കാതെ അവർക്ക് പ്രകാശമായി കൂട്ടിനുണ്ടായിരുന്നു. പഴയ തലമുറയ്ക്ക് അത് സാക്ഷ്യപ്പെടുത്തുവാൻ്റെ കൊണ്ടും കഴിയും. അന്ന് ഇന്നത്തെ പോലെ വെട്ടവും വെളിച്ചവും ഉള്ള കാലമൊന്നും ആയിരുന്നില്ല. സന്ധ്യയായി കഴിഞ്ഞാൽ മിക്ക വീടുകളിലും മണ്ണെണ്ണ വിളക്ക് കിനിഞ്ഞ് കത്തിക്കൊണ്ടിരുന്നു. അതിന് നല്ല വെട്ടമൊന്നുമില്ല, നല്ല കാറ്റടിച്ചാലും അത് പോകും. ഇപ്പൊ മണ്ണെണ്ണ വിളക്കുകൾ കിനിഞ്ഞ് കത്തിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ അന്ന് നമുക്ക് പ്രകാശമുണ്ടായിരുന്നു എന്ന് എങ്ങനെ പറയാൻ കഴിയും? ഈ ലോകത്തിന്റെ പ്രകാശമല്ല, അന്നത്തെ മനുഷ്യർക്ക് തന്നെ പ്രകാശം ഉണ്ടായിരുന്നു. പ്രകാശമുള്ള മനുഷ്യരുണ്ടായിരുന്നു അന്ന് മനുഷ്യരെ കാണുമ്പോൾ നമ്മൾ പറയാം, ചിലരെ കണ്ടാൽ പറയത്തില്ല നല്ല ഐശ്വര്യമുണ്ട് എന്ന് പറയാറില്ലേ? ചിലരെ കണ്ടാൽ നമുക്ക് എന്ത് തോന്നും? നല്ല ഐശ്വര്യം തോന്നും. ഈ ഐശ്വര്യം എന്ന് പറയുന്ന വാക്ക് ഈശ്വരൻ എന്ന് പറയുന്ന വാക്കിൽ നിന്ന് വന്ന വാക്കാ. ദൈവ സാന്നിധ്യമുള്ള മനുഷ്യർ അന്ന് ധാരാളമായിരുന്നു. ഈ ലോകത്തിന്റെ പ്രകാശം ഒട്ടുമില്ലായിരുന്ന കാലത്തും ഇലക്ട്രിസിറ്റിയും അങ്ങനെയുള്ള സൗകര്യങ്ങളും ഇൻവേർട്ടറും ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലത്ത് ജീവിച്ചിരുന്ന നമ്മുടെ പൂർവികർ, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ, അവര് പറയുകയാണ്, അന്ന് എന്റെ ദൈവത്തിന്റെ പ്രകാശം എന്റെ തലയ്ക്ക് മീതെ ഉണ്ടായിരുന്നു. അയ്യോ, ഞാൻ പഴയ മനുഷ്യനെ പോലെ പഴയ കാലത്തെ പോലെ ആയെങ്കിൽ കൊള്ളായിരുന്നു എന്ന് അയ്യോബ് പറയുമ്പോൾ അയ്യോ പറയുകയാണ്, ഞാൻ പഴയതുപോലെ ആയെങ്കിൽ കൊള്ളായിരുന്നു. ഈ പഴയതുപോലെ ആകാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. പഴയതാകാൻ, പുതുതാകാൻ വളരെ എളുപ്പമാണ്. കാരണം അതിനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ധാരാളമുണ്ട്. പഴയതിലേക്ക് തിരിച്ചു പോകുക എന്ന് പറയുന്നത് നമുക്ക് അസാധ്യമായി തോന്നുന്ന കാര്യമാണ്. അന്ന് അവന്റെ ദീപം എന്റെ തലയ്ക്ക് മീതെ പ്രകാശിച്ചു. പകലും രാത്രിയും ദൈവത്തിന്റെ വെളിച്ചമുണ്ടായിരുന്ന ഒരു കാലഘട്ടം. ആമുഖത്തിൽ അഭിമന്യ വർഗീസ് അച്ഛൻ പറഞ്ഞല്ലോ സേവറിയോസ് തിരുമേനിയെ കുറിച്ച്. അങ്ങനെയുള്ള പിതാക്കന്മാർ ജീവിച്ച ഒരു സഭയാണിത്. അവരുടെ ജീവിതം പ്രകാശമായിരുന്നു. ആ പ്രകാശം തലമുറകളിലേക്ക് പങ്കുവയ്ക്കുവാൻ്റെ കോണം അവരുടെ ജീവിതം കണ്ടു തന്നെ നമുക്ക് സാക്ഷ്യപ്പെടുത്തുവാൻ്റെ കോണം കഴിയുമായിരുന്നു. ഒരുപാട് കക്ഷിവഴക്കുകളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉള്ള കാലത്തിലാണ് ജീവിച്ചത്. പക്ഷെ അവരെ എപ്പോൾ നോക്കിയാലും പ്രകാശമുള്ള മുഖത്തോടെ അവരെ കാണുവാൻ തക്കവണ്ണം കഴിയുമായിരുന്നു. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, 18-ാം സങ്കീർത്തനം 28-ാം വാക്യം, നീ എന്റെ ദീപത്തെ കത്തിക്കും, എന്റെ ദൈവമായ യഹോവ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. അതുകൊണ്ട് അന്ന് ദൈവം പഴയ തലമുറയെ സംബന്ധിച്ച് ഈ പഴയത് നല്ലതാണെന്ന് യോബ് പറയാനുള്ള ഒന്നാമത്തെ കാരണം ദൈവത്തിന്റെ പ്രകാശം എല്ലായിടത്തും ഉണ്ടായിരുന്നു. ഇന്ന് പക്ഷേ പ്രകാശത്തിന് എന്തെങ്കിലും കുറവുണ്ടോ? ഇന്ന് രാത്രി പോലും പകല് പോലെയാണ് ഇരിക്കുന്നത്. പക്ഷെ ഈ പ്രകാശം പോലും പൊല്യൂഷൻ ആണെന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുമോ? ലൈറ്റ് പൊല്യൂഷനും ഉണ്ട്. ഇപ്പൊ നമുക്ക് എയർ പൊല്യൂഷനെ സംബന്ധിച്ചറിയാം, ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ലൈറ്റ് പോലും പൊല്യൂഷൻ ആണെന്ന് ഉള്ള ഒരു കാലഘട്ടമാണിത്. കാരണം ഈ പ്രകാശം കൂടിക്കഴിഞ്ഞപ്പോൾ ഈ രാത്രിയിൽ പ്രജനനം നടത്തുന്ന പല ജീവികളും ഉണ്ട്, പരാഗണം നടത്തുന്ന പല സസ്യങ്ങളും ഉണ്ട്. അതൊക്കെ ഈ പ്രകാശം വന്നു കഴിഞ്ഞാൽ അതൊന്നും പരാഗണം നടത്താനോ പ്രജനനം നടത്താനോ കഴിയാതെ അത് വംശനാശം വന്നുകൊണ്ടിരിക്കുക. കാരണം ഈ പ്രകാശമുള്ളതുകൊണ്ട് ഇരുട്ട് ആവശ്യമുള്ള ചില ജീവികളുമുണ്ട്. അതുകൊണ്ട് ഇന്ന് ലോകത്തിൽ എല്ലായിടത്തും ഒരുപാട് പ്രകാശമുണ്ട്.
ആർട്ടിഫിഷ്യലായിട്ടുള്ള ലൈറ്റ് ഇന്ന് ധാരാളമാണ്. പക്ഷേ പ്രകാശമുള്ള മനുഷ്യർ വളരെ കുറവാണെന്ന് പറയേണ്ടി വരും. എല്ലാവരെ കുറിച്ചും അടച്ചാക്ഷേപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഇന്ന് പ്രകാശമുള്ള മനുഷ്യരുടെ, ഐശ്വര്യമുള്ള മനുഷ്യരുടെ മുഖങ്ങൾ, ഇന്ന് നാം ഐശ്വര്യപ്പെടുത്തുന്ന ഏതൊക്കെ രീതിയിലാണ് നമ്മളെ സൗന്ദര്യത്തെക്കുറിച്ച് നമുക്കറിയാം. പക്ഷെ ഐശ്വര്യമുള്ള മറ്റൊരാൾ സാക്ഷ്യപ്പെടുത്തത്തക്കവണ്ണം നിന്നെ കണ്ടാൽ ഒരു ഐശ്വര്യമുണ്ട്, ഈശ്വരൻ നിന്നിലുണ്ട് എന്ന് പറയുന്ന അവസ്ഥയിലേക്കുള്ള ഐശ്വര്യമുള്ള മനുഷ്യർ നഷ്ടപ്പെടുന്നതിന്റെ പ്രധാന കാരണം ദൈവത്തിന്റെ പ്രകാശത്തെക്കുറിച്ചുള്ള ബോധ്യമില്ലായ്മയാണ്. അതുകൊണ്ട് അയ്യോ ഞാൻ പണ്ടത്തെ പോലെ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് വിലപിക്കുന്ന ഇയ്യോബ് നമ്മുടെ മുമ്പിൽ ചില ചലഞ്ചുകളാ തരുന്നത്, ചില ചോദ്യചിഹ്നങ്ങൾ ഉയർത്തുകയാണ്. നമുക്കൊന്ന് പഴയതുപോലെയാകാൻ ഒന്നും കഴിയുമോ? അത് വേഷത്തിലും നമ്മുടെ എന്താണ് ആകൃതിയിലും പ്രകൃതിയിലും ഒന്നുമല്ല, മറിച്ച് നമ്മുടെ വിശ്വാസത്തിലും നമ്മുടെ ജീവിതത്തിന്റെ സ്വഭാവത്തിലുമെങ്കിലും നമുക്ക് പഴയതിലേക്ക് ഒന്ന് മാറാൻ തക്കവണ്ണം കഴിയുമോ എന്നുള്ള ചോദ്യമാണ് യോബ് നമ്മുടെ മുമ്പാകെ വയ്ക്കുന്നത്. പലപ്പോഴും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ നല്ലതാകണമെന്ന് ആഗ്രഹിക്കുകയും എന്നാൽ പലപ്പോഴും ചിന്തകൾ നമ്മെ ഭരിക്കുന്ന ഈ ലോകത്തിന്റെ ചിന്തകളാണ്. ഒരു കത്തോലിക്ക സെമിനാരിയിൽ പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, അവന് നമുക്കറിയാം കത്തോലിക്ക സഭയിൽ 10ാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ കുട്ടികൾ സെമിനാരിയിൽ പോയി അവരുടെ പഠനങ്ങളൊക്കെ തീർത്ത് 10-15 വർഷമെങ്കിലും ആകും ഒരു അച്ഛനായിട്ട് ഇറങ്ങണമെങ്കിൽ. അപ്പൊ അങ്ങനെയുള്ളൊരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരന് അവന്റെ സെമിനാരിയിലെ റെക്ടർ, പ്രിൻസിപ്പലിന്റെ റെക്ടർ, ഇപ്പൊ റെക്ടറിനെ കാണാൻ 5 വർഷം കൂടിയിരിക്കുമ്പോൾ അനുവാദമുണ്ട്. ഒരു ബാച്ചിലെ കുട്ടികൾക്ക് 5 വർഷത്തിലൊരിക്കൽ അവരുടെ റെക്ടറെ കണ്ട് കഴിഞ്ഞ 5 വർഷത്തിലെ അനുഭവങ്ങളൊക്കെ വിശദീകരിക്കാനുള്ള, സാക്ഷ്യങ്ങൾ പറയാനുള്ള സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു ചെറുപ്പക്കാരന് അവസരം കിട്ടി. അവനും അവന്റെ ബാച്ചിലുള്ള കുട്ടികൾക്കെല്ലാം സെമിനാരിയിലെ ആദ്യത്തെ 5 വർഷത്തെ പഠനം കഴിഞ്ഞ് സെമിനാരി പ്രിൻസിപ്പലിന്റെ മുറിയിൽ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ കഴിഞ്ഞ 5 വർഷം നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ വിവരിക്കുക. ചെറുപ്പക്കാരായ അവന്റെ സഹപാഠികളൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങൾ ഇതുവരെ നല്ലപോലെ വേദപുസ്തകം വായിച്ചിട്ടില്ല, പ്രാർത്ഥനകൾ അറിയില്ലായിരുന്നു, പക്ഷേ ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് പ്രാർത്ഥനകൾ പഠിച്ചു, വേദപുസ്തകം വായിക്കാൻ പഠിച്ചു, ചില നല്ല സ്വഭാവങ്ങളും ശീലങ്ങളും ഒക്കെ പരിശീലിക്കാൻ തക്കവണ്ണം കഴിഞ്ഞു എന്നൊക്കെ അവൻ സാക്ഷ്യപ്പെടുത്തി, എല്ലാവരും സാക്ഷ്യപ്പെടുത്തി. എന്നാൽ നമ്മുടെ കഥാപാത്രമായ ചെറുപ്പക്കാരനും പ്രിൻസിപ്പൽ ഓരോരുത്തരായിട്ടാണ് കാണുന്നത്. അവന്റെ ടേൺ വന്നു, അവൻ പ്രിൻസിപ്പലിന്റെ അടുത്ത് ചെന്നു. പ്രിൻസിപ്പൽ ചോദിച്ചു, നിന്റെ കഴിഞ്ഞ 5 വർഷത്തെ അനുഭവം എന്താണ്? അവൻ 3 വാക്കേ പറഞ്ഞുള്ളൂ, ഫുഡ് ഈസ് കോൾഡ്. എന്താ പറഞ്ഞേ? ഫുഡ് ഈസ് കോൾഡ്, അത്രേ പറഞ്ഞുള്ളൂ. പ്രിൻസിപ്പൽ ഒന്നും പറഞ്ഞില്ല, തിരികെ പോയി. വീണ്ടും 5 വർഷം കഴിഞ്ഞു. വീണ്ടും 5 വർഷം കഴിഞ്ഞ് വീണ്ടും അവന് പ്രിൻസിപ്പലിനെ കാണാനുള്ള അവസരം ലഭിച്ചു. കൂടെയുള്ള സുഹൃത്തുക്കളൊക്കെ വന്ന് പറഞ്ഞു, കഴിഞ്ഞ 5 വർഷം കൊണ്ട് കുറച്ചുകൂടെ ആഴമായി ക്രിസ്തുവിനെ മനസ്സിലാക്കുവാൻ കൊണ്ട് ഞങ്ങൾക്കിടയായി, സഭയുടെ പ്രമാണങ്ങൾ പഠിക്കാൻ കൊണ്ട് ഞങ്ങൾക്കിടയായി, കാനോനുകളും സഭയുടെ വിശ്വാസവും കൂദാശകളെ കുറിച്ചൊക്കെ ഞങ്ങൾ ആഴത്തിൽ പഠിക്കുവാൻ കൊണ്ടും ഇടയായി. നമ്മുടെ കഥാപാത്രവും വന്നു. അവനോട് ചോദിച്ചു പ്രിൻസിപ്പൽ, ഈ കഴിഞ്ഞ 5 വർഷത്തെ നിന്റെ അനുഭവം എന്താണ്? അവൻ പറഞ്ഞു, ബെഡ് ഈസ് ഹാർഡ്, ബെഡ് ഈസ് ഹാർഡ്, ഫുഡ് ഈസ് കോൾഡ്, ബെഡ് ഈസ് ഹാർഡ്. പ്രിൻസിപ്പൽ ഒന്നും പറഞ്ഞില്ല. അടുത്ത 5 വർഷം അത് കഴിയുമ്പോൾ അവന് പട്ടം കിട്ടുന്ന സമയമാണ്. അടുത്ത 5 വർഷം കഴിഞ്ഞ് പട്ടത്തിന്റെ സമയമൊക്കെ അടുത്തു. എല്ലാവരെയും വീണ്ടും പ്രിൻസിപ്പൽ വിളിപ്പിച്ചു. ബാക്കിയുള്ളവർ ഉത്സാഹത്തോടെ അവര് കുപ്പായമൊക്കെ നിൽക്കുന്ന ആ രൂപം സ്വപ്നത്തിൽ കണ്ട് കുപ്പായമൊക്കെ തയ്പ്പിക്കാൻ വേണ്ടിയുള്ള സന്തോഷത്തിൽ അവർ പറഞ്ഞു, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ വഴിത്തിരിവിലേക്കായി തീർന്നിരിക്കുന്നു. ദൈവം ഞങ്ങളെ ഒരു പുതിയ സൃഷ്ടിയായി രൂപാന്തരപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ കഥാപാത്രവും വന്നു. അവനോട് ചോദിച്ചു, അടുത്ത ഈ 15 വർഷത്തിൽ ലാസ്റ്റ് 5 വർഷത്തെ നിന്റെ അനുഭവം എന്താണ്? അവൻ പറഞ്ഞു, സോ ഐ ക്വിറ്റ്, ഞാൻ വിട്ടിട്ട് പോവുക.
ആദ്യത്തെ 5 വർഷം കഴിഞ്ഞ് അവൻ എന്താ പറഞ്ഞേ? ഭക്ഷണം തണുത്തതാണെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഭക്ഷണം കൊള്ളത്തില്ല. അടുത്ത 5 വർഷം കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞെന്താണ്? ബഡ് ഈസ് ഹാർഡ്, ഇവിടുത്തെ താമസം അത്ര പോരാ. അടുത്ത 5 വർഷം കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു സോ ഐ ക്വിറ്റ്, അതുകൊണ്ട് ഞാൻ വിട്ടുപോകുകയാണ്. 15 വർഷം സെമിനാരിൽ പഠിച്ചൊരു ചെറുപ്പക്കാരൻ അവൻ എന്താ ചിന്തിച്ചു കൊണ്ടിരുന്നത്? ഈ ലോകത്തെക്കുറിച്ച് മാത്രമാണ്. പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഈ ഒരു പരാജയമുണ്ട്. നാം ഇങ്ങനെ എല്ലായിടത്തും നമ്മളുണ്ട്, പള്ളിപ്പെരുന്നാളിലുമുണ്ട്, കൂദാശിക്കുമുണ്ട്, എല്ലായിടത്തും നമ്മളുണ്ട്. പക്ഷെ ആത്യന്തികമായി ഉള്ളിലേക്ക് ഇറങ്ങി നോക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ പലപ്പോഴും ഈ ലോകത്തിന് വേണ്ടിയുള്ളതാകുമ്പോൾ എന്ത് ചെയ്യാനൊക്കും? പ്രിൻസിപ്പൽ ഇപ്പോഴാ വാ തുറന്നത്. ഈ കഴിഞ്ഞ 2 വർഷവും ഒരു അക്ഷരം പോലും അവനോട് പറയാതിരുന്ന പ്രിൻസിപ്പൽ ഈ 3-ാം തവണ ഞാൻ വിട്ടുപോകുകയാണെന്ന് പറഞ്ഞപ്പോൾ പ്രിൻസിപ്പൽ പറഞ്ഞു ദാറ്റ് ഈസ് ബെറ്റർ ഫോർ യു, നിന്നെ സംബന്ധിച്ച് നിനക്ക് ഏറ്റവും നല്ല തീരുമാനം അതാ, നീ ഇവിടുന്ന് പോകുന്നതാണ് നല്ലത്. അയ്യോ, ഞാൻ പണ്ടത്തെ അവസ്ഥയിലായെങ്കിൽ കൊള്ളായിരുന്നു. കാരണം അന്ന് എൻ്റെ ദൈവത്തിന്റെ പ്രകാശം എൻ്റെ തലയ്ക്ക് മീതെ ഉണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിന്റെ ഇരുട്ടിലൊക്കെ എനിക്ക് പ്രകാശമായി നിന്ന് എൻ്റെ ദൈവമായിരുന്നു. എനിക്ക് രോഗം വന്നിട്ടുണ്ട്, എൻ്റെ വീട്ടിൽ മരണം വന്നിട്ടുണ്ട്, ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ ഇരുട്ടിലൊക്കെ എനിക്ക് പ്രകാശമായ എൻ്റെ ദൈവം ഉണ്ടായിരുന്നു. ഇന്ന് നമുക്കിതെല്ലാം ഉണ്ട്. പണമില്ലാത്തവരാരുമില്ല എന്ന് ചിലപ്പോഴൊക്കെ ചിന്തിച്ചു പോകാറുണ്ട്, ആഡംബരവും ആർഭാടവും ഒക്കെ കാണുമ്പോൾ. ഇന്ന് നമുക്കെല്ലാം ഉണ്ട്, പക്ഷേ ദൈവമാകുന്ന പ്രകാശം പലപ്പോഴും ഇല്ലാതെ അന്ധകാരത്തിൽ ജീവിക്കുന്ന ഒരു സമൂഹമായി ചിലരെങ്കിലും മാറിയിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ. അപ്പൊ ഒന്നാമത് പറഞ്ഞത് യഹോവയായ ദൈവത്തിന്റെ പ്രകാശം എൻ്റെ തലയ്ക്ക് മീതെ ഉണ്ടായിരുന്നു, അവൻ ഇരുട്ടിലും വെളിച്ചത്തിലും എന്നോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. രണ്ടാമത് യോബ് പറയുകയാണ്, ഞാൻ പഴയതായി തീരാൻ ഗുണം ഞാൻ ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ കാരണം എൻ്റെ കൂടാരത്തിന് ദൈവത്തിന്റെ സഖ്യത ഉണ്ടായിരുന്നു. ദ ഫ്രണ്ട്ഷിപ്പ്, ദ ഇന്റിമസി ഓഫ് ഗോഡ്. ദൈവവുമായുള്ളൊരു ഇന്റിമസി എനിക്കുണ്ടായിരുന്നു പണ്ട്. ഇന്നെനിക്ക് ഇന്റിമസി നഷ്ടപ്പെട്ടു. എൻ്റെ കൂടാരത്തിന്. എന്താണ് ഈ കൂടാരം എന്ന് ഉദ്ദേശിക്കുന്നത്? 3 കൂടാരങ്ങളെ കുറിച്ച് ഞാൻ അല്പമായി മാത്രം പറയാം. നമ്മെ സംബന്ധിച്ച്, ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട 3 കൂടാരങ്ങളുണ്ട്. ഒന്ന്, അവന്റെ കൂടാരം സഭയാണ്. അവന്റെ പ്രധാനപ്പെട്ട കൂടാരം സഭയാണ്, ദേവാലയമാണ്. അവന്റെ പ്രതിസന്ധികൾ ഓടിയെത്താൻ തക്കവണ്ണം പറ്റുന്ന ഒന്നാമത്തെ പ്രധാനപ്പെട്ട കൂടാരം ദേവാലയമാണ്. ഇന്ന് ആ ഇന്റിമസി നമുക്ക് ദേവാലയത്തോടുണ്ടോ? ഇന്ന് അനേക ദേവാലയങ്ങളിൽ കലഹങ്ങൾ ധാരാളമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി, സൗന്ദര്യ പിണക്കങ്ങൾക്ക് വേണ്ടി. ദൈവവുമായി ഇന്റിമസി കാത്തു സൂക്ഷിക്കുവാൻ തക്കവണ്ണം പറ്റുന്ന ഒന്നാമത്തെ ഇടമായ ദേവാലയം, സഭ, അത് ഇന്ന് കലഹത്തിന്റെ വേദിയായി ചിലയിടത്തെങ്കിലും മാറുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കാൻ ആഗ്രഹിക്കും. കാരണം എന്നെ തന്നെ അത് തലകുനിക്കുന്ന ചില സംഭവങ്ങളാണ് പലപ്പോഴും പലയിടത്തും നടക്കുന്നത്. നമ്മുടെ ദേവാലയങ്ങൾക്കൊക്കെ ഒരുപാട് പേരുകൾ പുതിയ കാലത്തുണ്ട്. പണ്ട് പള്ളി എന്ന് മാത്രമേ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് കത്തീഡ്രലുണ്ട്, വലിയ പള്ളിയുണ്ട്, മഹാ ഇടവകയുണ്ട്, തീർത്ഥാടന കേന്ദ്രമുണ്ട്. ഇതെല്ലാം LED കൊണ്ട് നമ്മൾ അലങ്കരിച്ച് നമ്മുടെ ദേവാലയത്തിന്റെ മുഖവാരങ്ങളിൽ നിന്ന് ഈ പേരുകൾ ധാരാളമായി എല്ലായിടത്തും നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയും. പക്ഷെ ഇന്ന് ദൈവത്തോടുള്ള ഇന്റിമസി കാത്തു സൂക്ഷിക്കുന്ന സ്ഥലമായ ദേവാലയങ്ങളിലേക്ക് ഭാരവും പ്രയാസം വരുമ്പോൾ വരുന്ന ആളുകളുടെ സംഖ്യ വളരെ കുറവാണ്. ഇതിന് ഏറ്റവും വിപരീതമായി ഞാൻ കണ്ടിട്ടുള്ളത് ഗൾഫ് രാജ്യങ്ങളിലാണ്. അവിടെ കാര്യമായ ഇന്റിമസി ദേവാലയവുമായിട്ടുണ്ട്. കാരണം എല്ലാവരെയും സംബന്ധിച്ച് 3 വർഷം കിട്ടുന്ന ഒരു സാധനമാണ് വിസ. ആ പേപ്പർ കീറിക്കളഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചു പോന്നേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഏത് സാഹചര്യത്തിലും കീറിപ്പോകാതിരിക്കത്തക്കവണ്ണം നമ്മുടെ ഗൾഫിലുള്ള ആളുകളൊക്കെ മിക്കവാറും പള്ളിയിലുണ്ടാകും. രാവിലെ ഓഫീസിൽ, ചില ദേവാലയങ്ങൾ രാവിലെ 5:30 തുറന്നിട്ട് രാത്രി 11:30 വരെ ആ ദേവാലയത്തിൽ നിങ്ങൾ പോയി നോക്കി കഴിഞ്ഞാൽ ഒരു 50 ചെരുപ്പെങ്കിലും വെളിയിൽ കാണും. കാരണം അവന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധി അവനെ
ഈ ഇന്റിമസി, ദൈവവുമായുള്ള ദേവാലയവുമായുള്ള ഇന്റിമസിയിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്നുള്ളത്. നമ്മുടെ ദേവാലയങ്ങളൊക്കെ തുറന്നു കിടക്കണം. അത് ഇതുപോലെയുള്ള തീർത്ഥാടന കേന്ദ്രങ്ങൾ മാത്രമല്ല, ചെറിയ ദേവാലയമാണെങ്കിലും വലുതാണെങ്കിലും നമ്മുടെ ദേവാലയങ്ങളൊക്കെ പകൽക്കാലം തുറന്നു കിടക്കണം. പ്രയാസമുള്ളവരൊക്കെ അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കട്ടെ, സ്വസ്ഥമായി കണ്ണീരിന്നൊഴുക്കട്ടെ, ദൈവത്തെ ഒന്ന് കാണട്ടെ. ഇന്ന് നമുക്ക് ഈ ഇന്റിമസി, ദൈവവുമായുള്ള ഇന്റിമസി നമുക്കിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാതിരിക്കുവാൻ കൊണ്ട് നിർവാഹമില്ല. എൻ്റെ കൂടാരത്തിന് ദൈവത്തിന്റെ സഖ്യതയുണ്ടായിരുന്നു. രണ്ടാമത്തെ നമ്മുടെ കൂടാരം എന്ന് പറയുന്നത് നമ്മുടെ ഭവനമാകുന്ന കൂടാരമാണ്. എന്റെയും നിങ്ങളുടെയും ഭവനമാകുന്ന കൂടാരം, നമ്മുടെ ഭവനത്തിന് ദൈവവുമായുള്ള സഖ്യത ഉണ്ടോ എന്ന് നാം ഒന്ന് വിലയിരുത്തേണ്ട സമയമാണിത്. പണ്ട് നല്ലതുപോലെ ഉണ്ടായിരുന്നു. നമുക്ക് സാക്ഷ്യപ്പെടുത്താം, ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ള ഒരു 50 കഴിഞ്ഞ ഓരോ മനുഷ്യനും വ്യക്തമായി സാക്ഷ്യപ്പെടുത്താനൊക്കും എൻ്റെ ഭവനത്തിന് ദൈവവുമായി സഖ്യതയുണ്ടായിരുന്നു. പട്ടിണി കിടക്കുമ്പോഴും അപ്പനും അമ്മയും ചൊല്ലാൻ പറയുന്ന സങ്കീർത്തനം ഏതാണ്? 23-ാം സങ്കീർത്തനം. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. മുട്ടും പ്രയാസവുമുണ്ട്, പട്ടിണിയാണ്. ഒരു നേരത്തെ ആഹാരത്തിന് ബുദ്ധിമുട്ടുന്ന സമയത്തും അപ്പനും അമ്മയും കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്ന് പഠിപ്പിച്ച അപ്പനും അമ്മയുമായിരുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്നുള്ള പ്രാർത്ഥന ഭവനങ്ങൾ ഉണ്ടായിരുന്നു. സ്വർഗത്തിൽ ഒരു അപ്പനുണ്ടെന്ന് പഠിപ്പിച്ച മാതാപിതാക്കൾ. പ്രാർത്ഥിച്ചില്ല നിനക്ക് ഭക്ഷണം തരത്തില്ല എന്ന് പറയുന്ന അപ്പനും അമ്മയും ഉള്ള ഒരു കാലമായിരുന്നു. കുഞ്ഞെ, നീ കള്ളം പറഞ്ഞാൽ അത് പാപമാണ്, തെറ്റാണ്, ദൈവത്തിന് നിരക്കാത്തതാണെന്ന് പറഞ്ഞു പഠിപ്പിച്ച അപ്പനും അമ്മയും ഉണ്ടായിരുന്നു. നമ്മുടെ ഭവനത്തിനൊക്കെയും ദൈവത്തിന്റെ സഖ്യത ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ സഖ്യതയ്ക്ക് എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ എന്ന് സ്വയം വിലയിരുത്തുക. സി രാധാകൃഷ്ണന്റെ മനോഹരമായ ഒരു കഥയുണ്ട്. വളരെ പഴയ ഒരു കഥയാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ സ്കൂൾ കാലത്ത് വായിച്ച ഒരു കഥയാണ്. ഒരു ശവപ്പെട്ടി കച്ചവടക്കാരന്റെ കഥയാണ്. സമയപരിമിതി കൊണ്ട് ഞാനതിൽ മൊത്തം വ്യാഖ്യാനിക്കുന്നില്ല. ശവപ്പെട്ടി കച്ചവടം നടത്തുന്നതിന്റെ ആദ്യകാലത്തെ ജീവിതം എന്ന് പറയുന്നത് വളരെ ഈ ദിവസം ഡെയിലി വേജറായിട്ട് പോയി ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു. ഒരു കുടിലാണ് താമസിക്കുന്നത്. 2-3 കുഞ്ഞുങ്ങളും ഉണ്ട്. രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ തക്കണം വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ സന്ധ്യയാകുമ്പോൾ കുടിലിന്റെ സൈഡിൽ കൂടെ പോകുന്നവർക്കെല്ലാം കേൾക്കാമായിരുന്നു, സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. പ്രാർത്ഥനയുണ്ടായിരുന്നു. സന്ധ്യയ്ക്ക് പോകുമ്പോൾ ആ പരിസരത്തുള്ള ആളുകളൊക്കെ കുടിലിന്റെ സൈഡിൽ കൂടെ പോകുമ്പോൾ മനോഹരമായ പ്രാർത്ഥനയുണ്ടായിരുന്നു. പക്ഷെ പട്ടിണിയും പരിവട്ടവും അങ്ങോട്ട് മാറുന്നില്ല. അപ്പൊ ആരോ പറഞ്ഞു, നീ ഈ പള്ളിയുടെ അടുത്താണ് താമസിക്കുന്നത്, ഈ പള്ളിയിൽ ധാരാളം ആളുകൾ മരിക്കുന്നുണ്ട്, പെട്ടി വാങ്ങിക്കണേ, പട്ടണത്തിൽ പോകണം, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്, ഒരു ശവപ്പെട്ടിക്കട അങ്ങ് തുടങ്ങാൻ പറഞ്ഞു. അവൻ ശവപ്പെട്ടിക്കട തുടങ്ങി. ശവപ്പെട്ടിക്കട തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ബാർഗെയിനിങ് ഇല്ലാത്തൊരു സാധനമാണല്ലോ ശവപ്പെട്ടി. അതിന് അന്നേരം കാണുന്ന സൗന്ദര്യമൊക്കെ ഉള്ളൂ. പിന്നെ ആരും പരിശോധിക്കാൻ, ക്വാളിറ്റി പരിശോധിക്കാൻ പോകുന്നില്ലല്ലോ. അതുകൊണ്ട് അവൻ ഈ തന്ത്രമൊക്കെ പഠിച്ച് ശവപ്പെട്ടി കച്ചവടം ആരംഭിച്ച് വളരെ ലാഭകരമായി. 1000 രൂപ മുടക്കിയാൽ 10,000 കിട്ടുന്ന വലിയ ബിസിനസ്. ചിലപ്പോൾ ഏത് സമയത്തും വിളി വരാമെന്നുള്ളത് കൊണ്ട് എപ്പോഴും കടയിലിരിക്കാൻ തുടങ്ങി. സന്ധ്യയ്ക്ക് വീട്ടിലെ പ്രാർത്ഥനയിൽ നിന്നു. കുടിലിന്റെ സ്ഥാനത്ത് കൊട്ടാരം ഉയർന്നു. പിന്നെ കേൾക്കുന്നത് വൈകിട്ട് TV-യിലെ ന്യൂസും, നമുക്കറിയാം ചർച്ചയുടെ കാലമായതുകൊണ്ട് ചർച്ചയൊക്കെ സന്ധ്യയ്ക്ക് പ്രാർത്ഥന ആൾക്കാർ കേൾക്കാനില്ലാതായി. ഞാൻ അവസാനിപ്പിക്കും. നമ്മൾക്കറിയാം ആ സാഹചര്യം എന്താണെന്ന്. ഇന്ന് പലപ്പോഴും ശവപ്പെട്ടി കച്ചവടക്കാരന്റെ അവസ്ഥയാണ് ഓർത്തഡോക്സുകാരന്റെ അവസ്ഥ. ഇന്ന് പലപ്പോഴും സന്ധ്യയ്ക്കും പ്രഭാതത്തിലും പ്രാർത്ഥന ഉണ്ടാകാത്ത അവസ്ഥയിലേക്ക് ദൈവമായുള്ള ഇന്റിമസി ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ നഷ്ടപ്പെടുന്നു എന്ന ദുഃഖകരമായ. മൂന്നാമത്തെ ഒരു കൂടാരം എന്താണെന്നറിയാമോ? നമ്മുടെ ശരീരമാണ്. എന്റെ കൂടാരത്തിന് ദൈവത്തിന്റെ സഖ്യത ഉണ്ടായിരുന്നു. അതെന്റെ സഭ, എന്റെ ഭവനം, എന്റെ ശരീരം. ഇന്ന് ഈ ഹോളിനെസ്, വിശുദ്ധി, പ്യൂരിറ്റി ഓഫ് ലൈഫ്, ഇതൊന്നും പറയുന്ന വലിയ കാര്യമല്ല എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു കാലമായി ഈ കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധിയുടെ അംശം ഭവനങ്ങളിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്.
എൻ്റെ സുഹൃത്തായ ഒരു അച്ഛൻ ഇടുക്കി ഭാഗത്ത് ഒരു പള്ളി പണിതതിൽ കൂതാശിയായപ്പോൾ അച്ഛൻ എന്നെ സമീപിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, ഈ പള്ളി കൂതാശ ചെയ്തപ്പോഴ് ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കണോ, എന്താ കൊടുക്കാൻ ഒക്കുന്നത്? അവരുടെ വീട്ടിൽ എന്നും ഓർമ്മയിലിരിക്കത്തക്കവണ്ണം ഒരു സമ്മാനം കൊടുക്കണമല്ലേ, എന്താണ് കൊടുക്കേണ്ടത്? പ്രിയപ്പെട്ട അച്ഛൻ ലോകപരമായ സമ്മാനങ്ങളൊന്നുമല്ല അവർക്ക് കൊടുത്തത്, മറിച്ച് ഞങ്ങളുടെ ഭവനത്തിലെ 10 കൽപ്പനകൾ എന്ന പേരിൽ 10 കാര്യങ്ങൾ എഴുതി അത് ഫ്രെയിം ചെയ്ത് ഇടവക്കാർക്കെല്ലാം കൊടുത്തു. 10 കാര്യങ്ങൾ. എല്ലാവരും വീടിന്റെ കയറി ചെല്ലുമ്പോൾ വീടിന്റെ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് എല്ലാവരും പാലിക്കുമോ എന്ന് അറിയത്തില്ല. പക്ഷെ പലതവണ ഇത് കാണുമ്പോൾ എൻ്റെ വീട്ടിൽ ഇത് നടക്കുന്നില്ലല്ലോ എന്നുള്ളതുകൊണ്ട് ഒരു പക്ഷേ ഒന്ന് മാറി ചിന്തിച്ചേക്കാം എന്നുള്ളതുകൊണ്ട് അച്ഛൻ വിചാരിച്ചു അവർക്ക് ടൈം പീസും ഗ്ലോക്കും അല്ലെ ബെഡ്ഷീറ്റും ഒന്നും അല്ല കൂതാശിക്ക് കൊടുക്കേണ്ടത്, അവർക്ക് കൊടുക്കേണ്ടത് ഞങ്ങളുടെ ഭവനത്തിലെ 10 കൽപ്പനകൾ. ഞാൻ ചുരുക്കമായി ഒന്ന് വായിക്കാം. 1-ാമത്തെ കൽപ്പന, ഞങ്ങൾ രാവിലെയും വൈകിട്ടും മുടങ്ങാതെ കുടുംബമായി നമസ്കാരവും മധ്യസ്ഥ പ്രാർത്ഥനയും നടത്തും. 2, ഞങ്ങൾ മുടങ്ങാതെ വേദപുസ്തകം വായിച്ച് ധ്യാനിക്കും. 3, എല്ലാ ഞായറാഴ്ചയും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുകയും ഒരുക്കത്തോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യും. 4, സഭയുടെ വിശുദ്ധ നോമ്പുകൾ കുടുംബമായി അനുഷ്ഠിക്കുകയും ആത്മീയ സംഘടനകൾ മുടങ്ങാതെ സംബന്ധിക്കുകയും ചെയ്യും. 5, സഭയുടെയും ഇടവകയുടെയും പ്രവർത്തനങ്ങൾക്കായി ഞങ്ങളാൽ കഴിയുന്ന സംഭാവനകളും പിരിവുകളും നൽകുകയും ചെയ്യും. 6, ദശാംശം മാറ്റിവെക്കുകയും അവ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ചെലവിടുകയും ചെയ്യും. 7, പരിശുദ്ധ സഭ, പിതാക്കന്മാർ, രോഗികൾ, അശരണർ ഇവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. 8, ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. വീട്ടിലുള്ളപ്പോൾ അത്യാവശ്യത്തിനൊഴികെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയില്ല. 9, മദ്യപാനം, പുകവലി ആദിയായ ദുശീലങ്ങളിൽ നിന്നും ആത്മാവിനെ ദുർബലപ്പെടുത്തുന്ന സകല തിന്മകളിൽ നിന്നും ഒഴിഞ്ഞിരിക്കും. 10, ഞങ്ങൾ സഹജീവികളോട് കരുണ കാണിക്കുകയും പ്രകൃതിയെയും സസ്യജാലങ്ങളെയും പരിപാലിക്കുകയും ചെയ്യും. ഇതെല്ലാ വീടുകളിലും എഴുതി വെച്ച് അത് സമ്മാനമായി എല്ലാവർക്കും കൊടുത്തു. വലിയ മഹാകാര്യമാണെന്ന് ചോദിച്ചാൽ ആണെന്ന് നിങ്ങൾ സമ്മതിക്കില്ലായിരിക്കും. പക്ഷെ ഞാനതൊരു മഹാകാര്യമായിട്ടാണ് കണ്ടത്. ഇത് പലപ്പോഴെങ്കിലും വായിച്ച് ചിലതെങ്കിലും നമ്മുടെ ഭവനങ്ങളൊന്നും മാറുവാൻ തക്കവണ്ണം കഴിയുമോ? ഞാൻ പറഞ്ഞത് നമ്മുടെ ശരീരമാകുന്ന കൂടാരത്തിന്റെ വിശുദ്ധിയെ കുറിച്ചാണല്ലോ പറഞ്ഞത്. തീർച്ചയായും പരിശുദ്ധനായ പൗലോസ്ലീഹ പറയുന്നുണ്ട്, 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നില്ല, നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പൊ നിങ്ങൾ ഒരു കൂടാരമാണ്. നിങ്ങളുടെ കൂടാരത്തിന് ദൈവത്തിന്റെ സഖ്യത ഉണ്ടാകേണ്ടതുണ്ട്. അതിന് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ഈ ലിവിങ് ടുഗദറിന്റെ കാലമാണ്. വിവാഹ ജീവിതത്തിന് അതിയായ ബന്ധങ്ങളൊന്നും ഇന്ന് ഒരു തെറ്റായിട്ട് ആരും കാണുന്നില്ല. നമ്മുടെ സഭാ കേന്ദ്രത്തിൽ വരുന്ന ഡിവോഴ്സിന്റെ പെറ്റീഷൻസ് പരിശോധിച്ചാൽ ഒരു വർഷം 365 ദിവസമുള്ളെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഈ സഭയിൽ ഡിവോഴ്സ് നടക്കുകയാണ്. സംശയങ്ങളും ജീവിത വിശുദ്ധിയില്ലായ്മയും ഒക്കെ അതിന് കാരണമായി പറയുവാൻ കൊണ്ടും കഴിയും. സമയപരിമിതി പോലെ ഞാൻ ആ വിഷയം അവസാനിപ്പിക്കുകയാണ്. എൻ്റെ കൂടാരത്തിന് ദൈവത്തിന്റെ സഖ്യത ഉണ്ടായിരുന്നു. അതെന്റെ ദേവാലയത്തിലും എൻ്റെ ഭവനത്തിലും എൻ്റെ ശരീരത്തിലും ഈ 3 കൂടാരങ്ങളിലും ദൈവത്തോടുള്ള സഖ്യത ഞാൻ മുറുകെ പിടിച്ചിരുന്നു എന്ന് യോബ് പറയുകയാണ്. 4-ാമത് നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിക്കുമ്പോൾ ഈ വേദഭാഗം നമുക്ക് നൽകുന്ന സാക്ഷ്യം എന്താണ്? എൻ്റെ മക്കൾ എൻ്റെ മേശയ്ക്ക് ചുറ്റും ഉണ്ടായിരുന്നു എന്ന് 3-ാമത് അദ്ദേഹം പറയുകയാണ്. നാം എൻ്റെ മക്കൾ എൻ്റെ ചുറ്റും ഇരിക്കുകയും ചെയ്ത കാലം, 3-ാമത്തെ കാലം അതാണ്. ഒന്ന്, ദൈവത്തിന്റെ പ്രകാശം എനിക്കുണ്ടായിരുന്നു, അതിൽ കൂടി ഞാൻ നടന്നു എങ്ങും വീഴാതെ. 2-ാമത്, എൻ്റെ കുടുംബത്തിന്, എൻ്റെ കൂടാരത്തിന് ദൈവത്തിന്റെ സഖ്യത ഉണ്ടായിരുന്നു. 3-ാമത് പറയുകയാണ്, എൻ്റെ മക്കൾ എൻ്റെ ചുറ്റും ഇരിക്കുകയും ചെയ്ത ശുഭകാലത്തെ കുറിച്ച് പറയുകയാണ്.
നാം അനുഭവിച്ച പ്രകാശം നമ്മുടെ മക്കളും അനുഭവിച്ചൊരു കാലമായിരുന്നു അത്. മക്കൾ കൂടെ ഇരിക്കാൻ ഇന്ന് ആഗ്രഹിക്കാത്ത മാതാപിതാക്കൾ ആരാ ഉള്ളത്? എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങളുടെ മക്കൾ ഞങ്ങളോടൊപ്പം ആയിരിക്കണമെന്ന്. പക്ഷെ നമ്മൾ കുറച്ചുകൂടെ മാറി എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഈ അടുത്ത സമയത്ത് ഒരു ഭവനത്തിൽ ഒന്ന് ഹൗസ് വിസിറ്റ് ചെന്നപ്പോൾ മക്കള് 3 പേര് ഇറ്റലിയില. അമ്മ ഈ കഴിഞ്ഞ മാസം ഒരു ബ്രെയിൻ ട്യൂമർ വന്ന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ആരുമില്ല. 94 വയസ്സുള്ള പിതാവ് അവിടെയുണ്ട്. അദ്ദേഹത്തിന് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് പോലും അറിയാത്തൊരവസ്ഥയിൽ ഒരു ജീവച്ഛവം പോലെ ഇങ്ങനെ ഇരിക്കുന്നുള്ളൂ. ഈ അമ്മയോട് ഞാൻ ചോദിച്ചു, മക്കളെ ആരെങ്കിലും ഒന്ന് കൂടെ നിർത്തണ്ടേ? ഇങ്ങനെ എങ്ങനെയാ കഴിയുന്നത്? അവർ മാറി മാറി നിൽക്കണ്ടേ? അച്ഛാ, അവരുടെ ഭാവിയല്ലേ, അത് നന്നായിരിക്കട്ടെ. നമ്മൾ മാറിപ്പോയി. കഷ്ടപ്പെട്ടാലും വേണ്ടിയില്ല, മക്കളുടെ ഭാവി നന്നാകട്ടെ എന്ന് പറഞ്ഞ് ഇപ്പോഴും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മണ്ടന്മാർ ഞാൻ നിങ്ങളെ വിളിക്കും. നമ്മുടെ മക്കൾ നമ്മോടൊപ്പം ഇരിക്കുക എന്ന് പറയുന്നത് സങ്കീർത്തനക്കാരൻ 127 സങ്കീർത്തനം 3 വാക്യത്തിൽ പറയുകയാണ്, മക്കളെ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ. വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. അഭിമാനിക്കാം മക്കളെ കുറിച്ച്. പക്ഷെ ഇന്ന് മക്കൾ അടുത്തില്ലാത്ത ഒരു കാലമാണ്. മരിച്ച 7-നോ 9-നോ ഒരു കുർബാന ചെല്ലിച്ചു കഴിഞ്ഞാൽ പിന്നെ ബന്ധം തീർന്നു എന്ന് ചിന്തിക്കുന്ന ഒരു കാലമാണ്. ഞാനതിന് സാക്ഷി കൂടിയാണ്. ഞാൻ ഡൽഹിയിൽ ഇരിക്കുമ്പോൾ ഒരു പ്രഭാതത്തിൽ എനിക്കൊരു ഫോൺ വന്നു. കാരണം ഡൽഹി അരമനയുടെ അടുത്ത് വലിയൊരു സെമിത്തേരി ഉണ്ട്. അവിടെയാണ് ഇപ്പോൾ മറ്റേ ഡൽഹിയിൽ പല സെമിത്തേരികളുണ്ടെങ്കിൽ ഇപ്പോൾ ഡൽഹി ഭദ്രാസനം അതിന് നേതൃത്വം കൊടുക്കുന്നുണ്ട്. അവിടെ അടക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. ഒരു പ്രഭാതത്തിൽ എനിക്കൊരു ഫോൺ വന്നു. ഒരു പിതാവിന്റെ 40-ാം ദിനമാണ്. മകനെ വിളിച്ച് പറഞ്ഞ, അച്ഛാ, ഇന്ന് പപ്പായുടെ 40-ാം ദിനമാണ്, പക്ഷെ എനിക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ ഒക്കത്തില്ല, അച്ഛൻ പോയി ധൂപം വെച്ചേക്കണം. കാരണം അരമനയ്ക്കടുത്ത് ഞാൻ താമസിക്കുന്നുണ്ട്, അവിടെ ശുശ്രൂഷക്കാരനുണ്ട്. അപ്പോൾ ആരെന്ത് പറഞ്ഞാലും ഉടനെ പോയി ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇന്ന് ഇറങ്ങാനൊക്കെയില്ല അപ്പൻ്റെ 40-ാം ചരമദിനത്തിന്. കാരണം അവൻ 9 നടത്തി അവരെല്ലാം പിരിഞ്ഞു പോയത്. ഇനിയിപ്പോൾ അപ്പന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് ഇറങ്ങാനൊക്കെയില്ല, അച്ഛനൊന്ന് പോയി ഇന്ന് ധൂപം വെച്ചേക്കണം. അയ്യോ, ഞാൻ പഴയതുപോലെ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. കാരണം അന്ന് എൻ്റെ മക്കൾ എൻ്റെ ചുറ്റുമുണ്ടായിരുന്നു. ഒരുപക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ വിശ്വാസം പഠിച്ചത് സൺഡേ സ്കൂളിൽ പഠിച്ചതിനേക്കാൾ കൂടുതൽ പഠിച്ചത് എവിടെ നിന്നാണ്? അമ്മയുടെ മടിയിൽ നിന്ന്. നമ്മുടെ ഭവനങ്ങളിൽ പ്രാർത്ഥനയോടൊപ്പം ഇങ്ങനെയുള്ള നല്ല ശീലങ്ങൾ പഠിപ്പിക്കുകയും വിശ്വാസം പഠിപ്പിക്കുകയും ആരാധന പഠിപ്പിക്കുകയും നന്മയും നീതിയും സത്യവും ഒക്കെ പഠിപ്പിച്ചിരുന്നത് നമ്മുടെ ഭവനങ്ങളിലാണ്. ഇന്ന് കൂടെ ഇരിക്കാൻ മക്കളില്ല, കൂട്ടിനിരിക്കാൻ വല്യപ്പനും വല്യമ്മയുമില്ല. വല്ലാത്തൊരു കാലം. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ പറഞ്ഞു, എന്താണ്, വി നീഡ് ക്വാളിറ്റി ലിവിങ്. ഇവിടെ ഈ വല്യപ്പച്ചൻ്റെയും വല്യമ്മച്ചൻ്റെ അടുത്തൊന്നും ഇരുന്ന് ഞങ്ങൾക്കൊന്നും പഠിച്ചിട്ട് കാര്യമില്ല. വി നീഡ് ക്വാളിറ്റി ലിവിങ്. ഞങ്ങൾക്ക് നല്ല ജീവിത സാഹചര്യം വേണം. അതുകൊണ്ട് ഞങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് പോകും, UK-യിലേക്ക് പോകും. ഇവിടെ ഇരിക്കുന്ന അപ്പനും അമ്മയൊക്കെ മോൻ എവിടാന്ന് ചോദിച്ചാൽ അവൻ UK-യിലാണ്. എത്ര അഭിമാനത്തോടെയാണ് പറയുന്നത്. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല. പക്ഷെ അവന്റെ ക്വാളിറ്റി ലിവിങ്ങിനോടൊപ്പം അവന്റെ ക്വാളിറ്റി ലൈഫ് അവൻ സൂക്ഷിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. അവൻ നല്ല സൗകര്യത്തിൽ 10 മുറിയുടെ വീട്ടിൽ താമസിച്ചോട്ടെ, BMW-യിലൊക്കെ സഞ്ചരിച്ചോട്ടെ. പക്ഷെ മോനെ, നിന്റെ വീട്ടിൽ പ്രാർത്ഥനയുണ്ടോ? നിന്റെ കുഞ്ഞുങ്ങളെ നീ വേദപുസ്തകം വായിക്കാൻ പഠിപ്പിക്കുന്നുണ്ടോ എന്നുള്ളത് എങ്കിലും ഇനിയുള്ള കാലത്ത് മക്കൾ കൂടെ ഇരിക്കാൻ ആഗ്രഹിച്ചാൽ നടന്നു വരികയില്ല. പക്ഷെ ഇങ്ങനെയെങ്കിലും നമ്മുടെ തലമുറകൾ ഇരിക്കുന്ന ഏത് സ്ഥലത്താണെങ്കിലും ഇന്ന് അവരെ കാണാൻ നമുക്ക് ഫോണിൽ കൂടി കണ്ട് സംസാരിക്കാവുന്ന ഒരു കാലമല്ലേ? അതൊന്ന് ചിന്തിക്കുവാൻ കൊണ്ട് നമുക്ക് കഴിയേണ്ടത് അനിവാര്യതയായി ഞാൻ കാണുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങനെയെങ്കിലും നമ്മോടൊപ്പം ഒന്ന് ഇരിക്കട്ടെ. അവരോട് വല്ലപ്പോഴും ഒക്കെ ചോദിക്കേണ്ടതാണ്. എൻ്റെ നിങ്ങളുടെയും ചെറുപ്പകാലത്ത് ഇവിടെ ഡൽഹിയിലൊക്കെ എന്നോടൊപ്പം ശുശ്രൂഷിച്ച ആളുകളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങളുടെയൊക്കെ ആദ്യമായി ഇവിടെ നിന്ന് ഡൽഹിയിലേക്കോ മദ്രാസിലേക്കോ ബോംബെയിലേക്കോ ഒക്കെ വണ്ടി കയറിയപ്പോൾ കയ്യിൽ കാര്യമായിട്ടുള്ള നല്ല ബാഗൊന്നും ഇല്ലായിരുന്നു. എന്തെങ്കിലുമൊക്കെ കെട്ടിപ്പൊതിഞ്ഞുകൊണ്ടാണ് പോകുന്നത്. പക്ഷേ താളുപോയൊരു വേദപുസ്തകം അമ്മ എടുത്ത് അതിനകത്ത് വെക്കുമായിരുന്നു. കുഞ്ഞെ, നീ അവിടെ ചെല്ലുമ്പോൾ
വേദപുസ്തകം വായിക്കണം. എന്നിട്ട് പറയും, നീ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ പള്ളി എവിടെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കണം. സങ്കീർത്തനത്തിന്റെ എല്ലാം വായിക്കാനൊന്നും കാണത്തില്ല, പൊടിഞ്ഞു പോയതായിരിക്കും. കാരണം പണ്ട് ഇതുപോലെ സമൃദ്ധി ഇല്ലാതിരുന്നുകൊണ്ട് നമ്മുടെ വീടുകളിൽ ഒന്നിൽ കൂടുതൽ വേദപുസ്തകമൊന്നും ഇല്ലായിരുന്നു. പൊടിഞ്ഞു പോയ വേദപുസ്തകമായിരുന്നു. പക്ഷെ അതെടുത്ത് അതിന്റെ താള് നമ്മുടെ തലക്കട വെച്ചാൽ പോലും അനുഗ്രഹമാണെന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയായിരുന്നു. ഇന്ന് ഷെൽഫിൽ വെച്ച് ഒരു പ്രാർത്ഥനാ മുറിയൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലും തിരിഞ്ഞു നോക്കാതെ അവിടെ ലൈറ്റിട്ട് വെച്ചിരിക്കുന്ന പ്രത്യേക സംഭവമായി ബൈബിള് മാറിക്കൊണ്ടിരിക്കുകയാണ്. യോബ് പറയുകയാണ്, അയ്യോ ഞാൻ പണ്ടത്തെ പോലെ ആയെങ്കിൽ കൊള്ളായിരുന്നു. കാരണം അന്ന് എൻ്റെ മക്കൾ എൻ്റെ ചുറ്റുമുണ്ടായിരുന്നു, എനിക്ക് ദൈവത്തോടൊരു സഖ്യത ഉണ്ടായിരുന്നു, എൻ്റെ ദൈവത്തിന്റെ പ്രകാശത്തിൽ കൂടി ഞാൻ നടന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. അന്ന് കുഞ്ഞുങ്ങൾ എത്രയുണ്ടായാലും ഒരു ഭാരമല്ലായിരുന്നു. കൂടുതൽ ഇല്ലേ, 5 ഒരു മിനിമം നമ്പറാണ് ഒരു വീട്ടിലെ. 5 തുടങ്ങി അങ്ങ് മേലോട്ട് പോകും. എത്ര പ്രസവിച്ചാലും നമ്മുടെ അമ്മമാർക്ക് ക്ഷീണമുണ്ടാകില്ലായിരുന്നു. ഇന്ന് ഒരു കുഞ്ഞ് വരുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യാറുണ്ട്, ഇവനെ വളർത്താൻ എങ്ങനെയാ, അവന്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് അന്ന് തരുന്നതൊക്കെ കൈനീട്ടി വാങ്ങി എത്ര കുഞ്ഞ്, അതെല്ലാം നല്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, 12 കുഞ്ഞുങ്ങളുള്ള വീട്ടിലും 12 എണ്ണവും എല്ലാ ഉന്നതങ്ങളും കീഴടക്കി ജീവിക്കുന്നുണ്ട്. കാരണം അപ്പന്റെ അമ്മയുടെയും ദൈവത്തിലുള്ള വിശ്വാസം പഴയതായതുകൊണ്ട്, അവർ പഴഞ്ചനായതുകൊണ്ട് അവരെ നമ്മൾ ഇന്ന് വിളിക്കുന്നത് പഴയതാണ്, പഴഞ്ചനാണെന്നാണ് വിളിക്കുന്നത്. ഇന്ന് കുഞ്ഞുങ്ങളെ പള്ളിയിൽ കൊണ്ടുവരുന്നത് വളരെ കുറവാണ്. ഈ കഴിഞ്ഞ ക്രിസ്മസിന് ദേവാലയത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല, ഒരു ദേവാലയത്തിൽ മുൻഭാഗത്ത് ഒരു 4-5 ലൈൻ, അവിടെ സാധാരണ ഞായറാഴ്ചകളിൽ ആൺകുട്ടികൾ, നമുക്കറിയാം ഫിക്സഡ് പ്ലേസ് നമുക്ക് പള്ളിയിലുണ്ട്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുകയില്ലല്ലോ, നമുക്ക് ഓരോ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും അതാത് സ്ഥലങ്ങളിൽ നിന്ന് കഴിഞ്ഞപ്പോൾ മുൻവശത്ത് ഒരു 4 ലൈൻ കാലിയായിട്ട് കിടക്കുകയാണ്. ഒരൊറ്റ കുഞ്ഞു പോലും ക്രിസ്തു ജനിച്ച ക്രിസ്മസിന് പള്ളിയിലില്ല. അല്ലാത്ത ദിവസങ്ങളുള്ളതാ, അപ്പനും അമ്മയുമായിട്ട് കിടന്നുറങ്ങുക, പള്ളിയിൽ കൊണ്ടുവരുന്നില്ല. 2 ദിവസം കിട്ടിയാൽ അമ്യൂസ്മെന്റ് പാർക്ക് തേടി പോകുന്ന, തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്ന അമ്മമാരും, ഒരുപക്ഷെ ഞാൻ ഈ പറയുന്നതൊക്കെ നിങ്ങൾക്കത്ര ദഹിക്കുന്ന ഭാഷയല്ല എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഈ അച്ഛൻ പറയുന്ന പോലെ ഒന്നും നടക്കുകയില്ല, എനിക്ക് തീർച്ചയായിട്ടും പറയുന്നത് നടക്കുകയില്ല എന്ന് എനിക്കറിയാം. പക്ഷെ ഇത് പറയാനുള്ള ഉത്തരവാദിത്വം തന്നെ ദൈവം ഏൽപ്പിച്ചതുകൊണ്ട് പറയാതിരിക്കാൻ എനിക്ക് നിവൃത്തിയില്ല. ഇന്ന് ഞായറാഴ്ചകളിൽ 2 ദിവസം അവധി കിട്ടിയാൽ ഞായറാഴ്ച പള്ളി മുടക്കിയാലും അമ്യൂസ്മെന്റ് പാർക്കുകളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കും പോകാൻ കൊണ്ട് നമുക്ക് യാതൊരു മടിയുമില്ലാതെ ഓർത്തഡോക്സുകാർ മാറിക്കഴിഞ്ഞു. ഇന്ന് ആരാധന ഒരു വലിയ കാര്യമാകും. പിന്നെ എങ്ങനെ മക്കൾ കൂടെയിരിക്കും? അയ്യോ ഞാൻ പണ്ടത്തെ പോലെ ആയെങ്കിൽ കൊള്ളായിരുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാനുള്ള സമയം അടുത്തു കഴിഞ്ഞു. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. ഞാൻ പണ്ടത്തെ കാലത്തെ പോലെ ആയെങ്കിൽ, എനിക്കൊരു ക്വാളിറ്റി ലിവിങ്ങിനേക്കാൾ എനിക്ക് വേണ്ടത് ഒരു ക്വാളിറ്റി ലൈഫാണ്. അത് ദൈവവുമായുള്ള ബന്ധത്തിലെ ക്വാളിറ്റി ലൈഫ് കിട്ടുകയുള്ളൂ. അതിന് യോബ് പറയുകയാണ്, ഞാൻ പഴയതുപോലെ ആയെങ്കിലേ മതിയാകുകയുള്ളൂ. അന്ന് ഈ ലോകത്തിന്റെ പ്രകാശത്തിനപ്പുറം എൻ്റെ ദൈവത്തിന്റെ പ്രകാശം എനിക്കുണ്ടായിരുന്നു. എനിക്ക് ദൈവത്തോടൊരു ബന്ധമുണ്ടായിരുന്നു. ദൈവം പറയുന്നൊക്കെ എനിക്ക് അന്ന് കേൾക്കാമായിരുന്നു. എൻ്റെ രോഗവും പ്രയാസവും കൊണ്ട് വരുമ്പോൾ ഞാൻ പള്ളിയിലോട്ട് ഓടി വരുന്ന ദൈവം പറയുന്നുണ്ട്. ഇന്ന് നമ്മൾ ആരെങ്കിലും ഒരു രോഗം നമ്മുടെ കുഞ്ഞിനുണ്ടായി കഴിഞ്ഞാൽ പള്ളി ആശ്രയിക്കുമോ? പള്ളിയിലോട്ടൊന്ന് വരുമോ? അന്ന് അമ്മമാര് വരുമെന്ന് വെച്ചാൽ ധനഹായുടെ വെള്ളവും തരാമോ, കുഞ്ഞിനൊരു പനിയാ. അന്ന് അമ്മമാരുടെ ആദ്യത്തെ വലിയ ഔഷധം ധനഹായുടെ വെള്ളമായിരുന്നു. ഇന്ന് നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകാറുണ്ടോ? ഓശാനയുടെ കുരുത്തോല വീട്ടിൽ കൊണ്ട് സൂക്ഷിച്ചിട്ട് അത് കരിച്ച് കുഞ്ഞുങ്ങൾക്ക് രോഗം വരുമ്പോൾ കൊടുക്കുന്ന അമ്മമാരുടെ തലമുറ ഈ സഭയിലുണ്ടായിരുന്നു. ഇന്ന് ദൈവവുമായുള്ള ദേവാലയവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ട ഒരു തലമുറയായി നാം മാറിയിരിക്കുക. അന്ന് എൻ്റെ കൂടാരത്തിന്, എൻ്റെ ശരീരത്തിന്, എൻ്റെ വീടിന്, എൻ്റെ ദേവാലയത്തിന് ദൈവവുമായുള്ള സഖ്യതയുണ്ടായിരുന്നു. മൂന്നാമത്, ഞാൻ അനുഭവിച്ച ഈ ആത്മീയ സന്തോഷം അനുഭവിക്കുവാൻ തക്കോണം എൻ്റെ തലമുറയും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഇന്നെല്ലാം നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 3 ഉപമകൾ കർത്താവ് പറയുന്നുണ്ട്. നഷ്ടപ്പെട്ടു പോയ ദ്രഹ്മ, കാണാതായ ആട്, നഷ്ടപ്പെട്ടു പോയ മകൻ. ഈ 3 വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ കൺക്ലൂഷൻ എന്താണ്? യു ആർ ലോസ്റ്റ്. നീ നഷ്ടപ്പെട്ടു.
ഈ നഷ്ടപ്പെട്ടതിനെ അന്വേഷിച്ചാണ് മനുഷ്യപുത്രൻ വന്നത്. നമ്മോട് ഇന്ന് ഈ ദിവസം ദൈവത്തിന് നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. യോബ് പറയുന്നത് പോലെ ഈ പുതിയതിലേക്ക് വന്ന് ഈ പുതിയ സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ, പഴഞ്ചനായി മാറിയ ആളുകൾ ഇല്ലാതായപ്പോൾ നാം ദൈവത്തിൽ നിന്ന് അകന്നുപോയോ എന്ന് നാം വിലയിരുത്തേണ്ട കാലമാണ്. നമ്മളൊക്കെ കഴിക്കുന്ന ഒരു മത്സ്യമാണല്ലോ സാൽമൺ ഫിഷ്. ഇന്ന് എല്ലായിടത്തും കിട്ടും, കേരളത്തിലും ഇന്ത്യയിൽ എല്ലായിടത്തും. പക്ഷേ ഒരു കാലത്ത് അത് കിട്ടുന്നില്ല. വിലപിടിപ്പുള്ള മത്സ്യമാണ് സാൽമൺ എന്ന് പറയുന്ന മത്സ്യം. ഈ മത്സ്യത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇത് ജനിക്കുന്നത് ശുദ്ധവെള്ളത്തിലാണ്, പക്ഷെ വളരുന്നത് ഉപ്പുവെള്ളത്തിലാണ്. ജനിക്കുന്നത് ശുദ്ധജലത്തിൽ, പക്ഷെ വളരുന്നത് ഉപ്പുവെള്ളത്തിൽ. ഏതെങ്കിലും നദി ഉത്ഭവിക്കുന്ന സ്ഥലത്ത്, പ്രഭവസ്ഥാനത്ത് ഈ സാൽമൺ ഫിഷിന്റെ അമ്മ മുട്ടയിട്ട് അവിടെ അത് വിരിഞ്ഞ് നദിയിൽ നല്ല ഒഴുക്കുണ്ടാകുമ്പോൾ, ഒരു ചെറിയ പ്രായമൊക്കെ ആകുമ്പോൾ അത് ഒഴുകി 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 സമുദ്രത്തിൽ പോയി അവിടെയാണ് ബാക്കി കാലം ജീവിക്കുന്നത്. എന്നാൽ ഒരു സമയം എത്തുമ്പോൾ ചില മത്സ്യങ്ങൾ തിരിച്ചു നീന്തും. കാരണം ശുദ്ധജലത്തിൽ, നദിയിൽ ജനിച്ചതാണ്, ശുദ്ധവെള്ളത്തിൽ. ഇവിടെ നമ്മളൊക്കെ ജനിച്ചത് ഈ മാമുദീസത്തൊട്ടിയിലെ വെള്ളത്തില, ശുദ്ധജലത്തിലാ ജനിച്ചത്. പക്ഷെ നമുക്ക് ജീവിക്കാൻ ആഗ്രഹം ഈ ലോകമാകുന്ന ഉപ്പുകടലില്ല. ഇതൊന്നും പോരാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ക്വാളിറ്റി ലിവിങ് വേണോ. നമ്മുടെ കുഞ്ഞുങ്ങൾ പറയുന്നത് അതുകൊണ്ടാണ്. അവൻ ഈ വെള്ളം പോരാ, ക്വാളിറ്റി ലിവിങ്ങിന് വേണ്ടി അവൻ ഈ ഉപ്പ് വെള്ളത്തിലേക്ക് അങ്ങനെ പോവുകയും അവിടെ ചെന്ന് കഴിയുമ്പോൾ പിന്നെ ഉള്ള വിശാലമാണ് അവിടെ. നദിയിലെ ഒഴുക്കെന്ന് പറയുന്ന അവിടെ ചിലപ്പോൾ വെള്ളമുണ്ടാകാം, കല്ലുകളും അവനെ ദുഷ്കരമാക്കുന്ന, അവന്റെ ജീവിത സാഹചര്യങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരുപാട് പ്രതിസന്ധികൾ നദിയിലുണ്ട്. അതുകൊണ്ട് അവൻ ഒഴുകി ഒഴുകി സമുദ്രത്തിലേക്ക് പോകുകയാണ്. വെള്ളം ഉപ്പാണെങ്കിലും അവിടെയും എങ്ങനെയും ജീവിക്കാം. ഇന്ന് നാം ജീവിക്കുന്ന ഓരോ തലമുറയുടെയും പ്രതിസന്ധി അതാണ്. അവൻ പോയി ജീവിക്കുന്ന സാഹചര്യങ്ങൾ അവന് ആത്മീയ ജീവിതത്തിന് അനുകൂലമല്ല, പക്ഷെ അവന്റെ സ്വൈരവിഹാരത്തിന്, അവന്റെ സൗഭാഗ്യങ്ങൾക്കൊക്കെയും അവനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ജീവിതമാണ്. അപ്പൊ ഈ മത്സ്യം സമുദ്രത്തിൽ പോയി വളർന്ന് പ്രായപൂർത്തിയാകുമ്പോൾ ചില മത്സ്യങ്ങൾ തിരിച്ചു നീന്താൻ തുടങ്ങും. വന്ന നദിയിലേക്ക് തിരികെ വരാൻ തോന്നും. കാരണം അവർക്ക് മനസ്സിലാകും, എന്റെ ജീവിത ദൗത്യം എന്ന് പറയുന്ന അടുത്ത തലമുറയ്ക്ക് ജന്മം കൊടുക്കുക. പക്ഷെ ഇത് ഉപ്പുവെള്ളത്തിൽ പറ്റത്തില്ല. ഉപ്പുവെള്ളത്തിലേക്ക് കുഞ്ഞുങ്ങൾ വിരിയുകയില്ല. ചിലപ്പം ആയിരക്കണക്കിന് കിലോമീറ്റർ തിരികെ നീന്തണം. ഒഴുക്കിൽ കൂടി പോകുന്ന ഏറ്റവും യാതൊരു പ്രയാസവുമില്ലാത്ത കാര്യമാണ്. പക്ഷെ തിരിച്ചു നീന്തുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമാണ്. പക്ഷെ അത് നീന്തി നീന്തി പ്രഭവസ്ഥാനത്ത് തിരികെ വരുമ്പോഴേക്കും ഈ തള്ള മത്സ്യത്തിന്റെ ശരീരത്തിലെ തൊലിയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. ഒരു വികൃത രൂപിയായിരിക്കും. പക്ഷെ അത് പ്രഭവസ്ഥാനത്ത് വന്ന് മുട്ടയിട്ട് അടുത്ത തലമുറയ്ക്ക് ജന്മം നൽകിയിട്ട് അവിടെ തന്നെ മരിച്ചു വീഴും. അതാ സാൽമൺ ഫിഷ്. അതൊരു കേവലം മത്സ്യമാണെങ്കിൽ പോലും ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇത് ഓർത്തഡോക്സുകാരന്റെ മത്സ്യമാണല്ലോ എന്ന് ചിന്തിക്കാറുണ്ട്. നമ്മൾ ഇതുപോലൊക്കെ തന്നെ ജനിക്കുന്നത് ഇവിടെയാണ്. ഇവിടെ അച്ഛൻ മാമോദിസ മുക്കി കുഞ്ഞിനെ ഒരു വെള്ളത്തുണിയിലേക്ക് തരുമ്പോൾ പാടും, ഈ തങ്ക കുഞ്ഞാടിനെ നീ ഏൽക്കുക പാവനയാം സഭയെ. തങ്ക കുഞ്ഞാടിനെ അങ്ങോട്ട് തരുന്നത് നമ്മളത് നല്ല സന്തോഷത്തോടെ വാങ്ങിക്കുകയും ചെയ്യും. പക്ഷെ ഈ കുഞ്ഞാട് എങ്ങനെയാ വളരുന്നതെന്ന് നമ്മൾ പിന്നീട് അന്വേഷിക്കാറില്ല. എങ്ങനെയും ജീവിച്ചാലും, പക്ഷെ ജീവിതത്തിന്റെ അന്ത്യത്തിലെങ്കിലും, അല്ലെങ്കിൽ ജീവിതത്തിൽ തിരിച്ചറിവുണ്ടാകുമ്പോൾ തിരിച്ചു വന്ന് നമുക്ക് ഈ ശുദ്ധജലത്തിന്റെ നന്മയിൽ പരിലസിക്കുവാൻ്റെ കൊണ്ടും കഴിയുമെങ്കിൽ അതാണ് ക്വാളിറ്റി ലൈഫ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ പുതുതലമുറ, നിങ്ങളുടെ മക്കളാകട്ടെ ആരുമാകട്ടെ, അവരുടെ ജീവിതങ്ങളിൽ ഈ ക്വാളിറ്റി ലിവിങ്ങിനോടൊപ്പം ക്വാളിറ്റി ലൈഫ്, അത് ദൈവവുമായുള്ള ബന്ധത്തിലുള്ള ജീവിതമാണ്. ആ ഒരു ബന്ധത്തിൽ നമ്മുടെ തലമുറയുടെ ജീവിതത്തെ കെട്ടിപ്പടുക്കുവാൻ്റെ കൊണ്ടുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ഉണ്ടാകട്ടെ. എന്ത് തിന്നും എന്തൊടുക്കും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്നതിനപ്പുറമായി നിങ്ങൾക്കിതെല്ലാം വേണ്ടതാണെന്ന് നിങ്ങളുടെ പിതാവിന് അറിയുന്നത് കൊണ്ട് അവനെ പൂർണ്ണമായി ആശ്രയിക്കുവാൻ്റെ കൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഇടയാകട്ടെ. അയ്യോ, ഞാൻ പണ്ടത്തെ പോലെ ആയെങ്കിൽ കൊള്ളായിരുന്നു. കാരണം അന്ന് എൻ്റെ തലയ്ക്ക് മുകളിൽ ദൈവത്തിന്റെ പ്രകാശമുണ്ടായിരുന്നു.
എൻ്റെ കൂടാരത്തിന് ദൈവത്തിൻ്റെ സഖ്യതയുണ്ടായിരുന്നു. എൻ്റെ മക്കൾ എൻ്റെ ചുറ്റുമുണ്ടായിരുന്നു. ആ നല്ല സുന്ദരമായ കാലം ആത്മീയ ജീവിതത്തിൽ അനുഭവിക്കാനുള്ള ഭാഗ്യം ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു.